പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസ പാസ്റ്റർ ജോർജ് ജോൺ അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് അവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോർജ് ജോൺ അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് അങ്കിളെ. ആമേൻ. ആമേൻ ആമേൻ. അങ്കിളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന? വീട്ടിൽ ആരൊക്കെയുണ്ട്? ദൈവനാമം എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉത്തൻ നഗറിൽ ഡൽഹിയിൽ ആയിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ നാട്ടിൽ വളഞ്ഞവട്ടം എന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ കുടുംബമായിട്ട് യാക്കോബ സഭയിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കർത്താവായ യേശു ഞങ്ങളെ വിടുവിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ മാതാവും എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും കൂടെ ഒന്നിച്ചാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. അതിനുശേഷമായി ഞാൻ 1963 ഞാൻ രക്ഷിക്കപ്പെടുകയും 66 സ്നാനപ്പെടുകയും ആ മാസം തന്നെ അഭിഷേകം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ സഭയായിട്ട് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കുടുംബമായിട്ട് അവർ എയർഫോഴ്സിലായിരുന്നു. അതിനുശേഷമായി എൻ്റെ നേരെ ജ്യേഷ്ഠൻ വിജയവാഡയിലെ ആന്ധ്രയിലെ തെലുങ്ക് ചർച്ചിൻ്റെ സഭയിൽ ആയിരുന്നു. ഏകദേശം 40 വർഷക്കാലം അവിടെ ആയിരുന്നു കർത്താവ് ഇടയാക്കി. എന്നാൽ 2 വർഷം മുമ്പ് എൻ്റെ ഈ 2 ജ്യേഷ്ഠന്മാരും ഈ ലോകത്തിൽ നിന്ന് മാറുപെട്ട് കർത്താവിൽ വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ കുടുംബമായിട്ടും അവരുടെ പൈതങ്ങളുമാണ് ഇപ്പോൾ അവിടെയുള്ള സഭകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതാണ് ഞാൻ. അങ്ങനെ ഞാനും ഇങ്ങനെ സ്കൂളിലെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷമായി ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അതിൽ കരുവാറ്റ തോമാച്ചാൻ എന്ന് പറയുന്നതായ ഒരു പ്രവാചകനാണ്. താൻ തൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ തനിക്ക് ദർശനം കൊടുത്തു. അങ്ങയുടെ വീടിൻ്റെ ഭിത്തിമേൽ എൻ്റെ അപ്പച്ചൻ്റെ പേരും ഞങ്ങളുടെ വീട്ടിൽ മൊത്തമായ അഡ്രസ്സ് എഴുതിയിട്ട് പറഞ്ഞു, ഇത് നീ എഴുതിയെടുക്കുക, നാളെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വരാൻ പറഞ്ഞു. വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഈ ദൈവം ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. വീട്ടിൽ വന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷമായിട്ട് എൻ്റെ തലയെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സഹോദരനെ, ഞാൻ അന്യഭാഷ പറയുന്നവരുടെ അടുക്കലേക്ക് അയക്കും. അന്യഭാഷ അത് നമുക്കൊന്നും മനസ്സിലായില്ല. പ്രയർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാഷേ, ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്, അന്യഭാഷ പറയുന്നതാണ്, പക്ഷെ എനിക്കറിയാത്ത ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ ഇളയ സഹോദരൻ മിലിറ്ററിയിലായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളിലേക്ക് ഇളയവന് അവനെ ഞാൻ ഇറ്റാർസി ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ ശേഷമായി ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ദൈവദാസം വന്ന് ഒരു സ്ഥലം മേടിച്ച് കെട്ടിടത്തിൽ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. ഇന്ന് എൻ്റെ ഇളയ സഹോദരൻ ആ ബൈബിൾ സ്കൂളിൻ്റെ ഇൻചാർജും അവിടുത്തെ സഭയെല്ലാം നോക്കി ഇന്ന് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ വേലയിൽ സഹായിച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാക്ക് ഞാൻ പ്രാർത്ഥിച്ചു, എന്തുവാണ് ഈ അന്യഭാഷ പറഞ്ഞാൽ അയക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂളിൽ 70 മുതൽ 72 വരെ പഠിച്ചു. പഠിത്തം കഴിഞ്ഞ ശേഷമായി
ഞാൻ കേരളത്തിൽ 5 സ്ഥലത്ത് പ്രവർത്തിച്ചു. ഒന്ന് നമ്മുടെ എടത്വ നീലേറ്റുപുറം, 2 മല്ലപ്പള്ളി, 3 കടയാർ, 4 എടത്വ, 5 പായിപ്പാട് വെള്ളാപ്പള്ളി. ഇവിടെ TG ഈശോ എന്ന് പറഞ്ഞ കർത്താൻ അവർ കുടുംബമായിട്ട് അമേരിക്കയില. അവിടെ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, പാസ്റ്റർ ബൈബിൾ സ്കൂൾ പഠിപ്പിക്കണം, നോക്കണം, അവിടെ ചർച്ചുമുണ്ട്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബൈബിൾ സ്കൂളിലും പിള്ളേരെ പഠിപ്പിക്കുകയും ആ സഭ നടത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് PG വർസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, ഈമൻ ടീമിനെ കുറിച്ച്. തൻ്റെ അനുഭവസാക്ഷ്യം പലരെ കേട്ടു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ താൻ 77 ഈ ബൈബിൾ സ്കൂളിൽ നമ്മൾ തിരുവല്ല ഷാരോൻ ചർച്ചിലെ ഓഡിറ്റോറിയത്തിൽ വരുന്നു എന്ന് കേട്ടു. ഞാനന്ന് അദ്ദേഹത്തെ കാണാമല്ലോ എന്ന് കണ്ട് ഞാൻ ചെന്നതാ. അവിടെ ഒരു കസേരയിൽ ഞാൻ ഇരുന്നു. തൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ എല്ലാ കാര്യവും പറഞ്ഞ ശേഷമായി അനേക പാസ്റ്റർമാർ സെൻട്രൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അവരാരോട് സംസാരിക്കാതെ നേരെ എൻ്റെ അടുക്കൽ വന്ന് കൈ തന്നു. പേരെന്തവാ, എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു എൻ്റെ ഇന്നതാണ്, ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിച്ചു, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ അഡ്രസ്സ് മേടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു 2 മാസത്തിനകം പത്താംകോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്താംകോട്ട് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞിടത്ത് അദ്ദേഹം പോയി, ഞാൻ വെള്ളാപ്പള്ളിയിലും ഞാൻ ഇങ്ങ് പോരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ പ്രവർത്തനത്തിനുള്ള വഴികൾ ഒരുക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ PG വർഗീസ് പത്താംകോട്ട് നിന്ന് എൻ്റെ പേരിൽ ഒരു രജിസ്റ്റർ ലെറ്റർ അയച്ചു. ഞാനത് നോക്കിയപ്പോൾ തിരുവല്ലയിൽ നിന്ന് ന്യൂഡൽഹിക്കും, ന്യൂഡൽഹിയിൽ നിന്ന് പത്താംകോട്ടുകൾ റിസർവേഷനാണ്. അതിൻ്റെ ലെറ്ററുമുണ്ട്. കാരണം ഹിന്ദി മലയാളത്തിൽ എഴുതിയ. ഞാൻ ഈ ലെറ്ററും ഇതും കൊണ്ട് ഞാൻ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ അടുക്ക പോയി. പാസ്റ്ററെ കൊണ്ട് കാണിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ്, നോർത്ത് ഇന്ത്യക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ടിക്കറ്റ് കിട്ടുന്ന ദിവസത്തിൻ്റെ 2 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും എനിക്ക് ചില പൈസ തരണം, ഞാൻ ആരോടും ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അന്ന് ഷില്ലോങ്ങിലാണ് ഡ്യൂട്ടി ജോലി ചെയ്യുന്നത്. എൻ്റെ പേരിൽ 500 രൂപ അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ജവളിക്കടയിൽ പോയി 2 പാൻറ്റും 2 ഉടുപ്പും 2 നിക്കറും 2 ബനിയനും ഒരു തോർത്തും ഇങ്ങനെ സാധനമെല്ലാം മേടിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു. ഒടുക്ക പിന്നെ പോകേണ്ട സമയമായപ്പോൾ ഞാൻ പാസ്റ്റർ അടുക്ക ചെന്ന് ചർച്ചിൽ. പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞു, മോൻ പോകൂ, കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ തിരുവല്ല കേരള എക്സ്പ്രസ് കയറി റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ. ഞാൻ കോട്ടയത്ത് പഠിച്ചു. ചിലപ്പോഴൊക്കെ ട്രെയിൻ ബസ് കിട്ടാതെ ഞാൻ കോട്ടയം വരുമ്പോൾ ട്രെയിനിൽ പോയിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് പോയിട്ടില്ല. ഡൽഹി എവിടെയാണെന്ന് അറിയത്തില്ല, അവിടെ മാറണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്കിൽ ഞാൻ കയറിയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കോട്ടയം കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു മനുഷ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതോട് ചോദിച്ചു, ബ്രദർ എങ്ങോട്ടാണ് പോകുന്നത്? അതും പറഞ്ഞു, ഞാൻ മിലിറ്ററിക്കാരനാണ്, എനിക്ക് തിരുവനന്തപുരത്താണ് ഡ്യൂട്ടി, എൻ്റെ ഡ്യൂട്ടി എനിക്ക് ട്രാൻസ്ഫറായി, ഞാൻ ജമ്മുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് നിങ്ങൾ എവിടെ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ പത്താംകോട്ട് പോവുക, പക്ഷെ എനിക്ക് അങ്ങോട്ട് വന്ന് അറിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ മിലിറ്ററിക്കാരൻ പറഞ്ഞു, ബ്രദർ അവിടെ ഇരുന്നാൽ മതി, നാം വേണ്ടതുപോലൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂഡൽഹി ചെന്നപ്പം ട്രെയിൻ ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്തപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ കഴിവ് നോക്കണം, എൻ്റെ ആ റിസർച്ച് തന്നെ ആ ട്രെയിനിലും ആ മിലിറ്ററിക്കാരന് റിസർവേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറം ഇപ്പുറം തന്നെ ഇരുന്നു.
അങ്ങനെ പത്താംകോട്ട് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു ഇതാ പത്താംകോട്ട്, ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ PG വർഗീസ് എനിക്ക് എഴുതിയിരുന്നു, ജോർജ് ട്രെയിന് 4:30-5 മണിക്ക് മുമ്പ് പത്താംകോട്ട് വരും, എന്നാൽ പെട്ടെന്ന് വെളിയിൽ വരരുത്, വെയിറ്റിംഗ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, 7 മണി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അവിടെ 7 മണിയായപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഹിന്ദിയിൽ എഴുതി മലയാളം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവരവിടെ താങ്ങി പത്താംകോട്ട് ഇന്ദിരാ കോളനിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഒരു രക്ഷാക്കാരനെ കണ്ടു. ഞാൻ ഞങ്ങളുടെ ഈ മലയാളം ഹിന്ദി വായിച്ചുകൊണ്ട് ഈ രക്ഷാക്കാരൻ ചോദിച്ചു എനിക്ക് ഇന്ദിരാ കോളനിയിൽ പോകണം. അപ്പോൾ ആ രക്ഷാകാരൻ പറയാ ആ പാസ്റ്റർ വീട്ടിലാണോ എന്ന് നോക്കണം, ദൈവത്തിന് വഴി. ഞാൻ ആന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവിട്ടു. രക്ഷാകാരന് പൈസ അങ്ങേരും പോയി, ഞാൻ അവിടെ ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഏകദേശം 10-15 സഹോദരന്മാരുണ്ടായിരുന്നു, എല്ലാം നമ്മുടെ മലയാളികളാണ്. അപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞപ്പം ഈ PG വർഗീസ് സാർ പറഞ്ഞു നിങ്ങൾ ഹിന്ദി പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾ ആരാണ് ഹിന്ദി പറയേണ്ടത്, ഹിന്ദിക്കാരുമില്ല, പിന്നെ ഞങ്ങൾ എന്തോ ഹിന്ദി പറയണം, ഞാൻ ഹിന്ദി വായിക്കാൻ അറിയാം, നമുക്ക് സംസാരിക്കാൻ മാത്രം അറിയാതുള്ളൂ, ബാക്കി എല്ലാം എഴുതാൻ അറിയാം. അപ്പം ഞാൻ പിന്നെ പറയസാണ് സാർ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ ഈ 2 പേരെ വെച്ച് ഓരോ ഗ്രാമത്തിൽ അയക്കാൻ പറഞ്ഞു. എന്നാൽ ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 4 മണി വരെ ക്ലാസ് ഉണ്ട്. 4:30 മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഗോസ്പൽ ട്രാക്ട് കൊടുക്കാനും റെയിൽവേ സ്റ്റേഷൻ, ബസ്സഡ, കാവുകളൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ ചെന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധു സുന്ദര സിംഗിൻ്റെ വീട് ഇവിടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ ഓർത്തും ശരിയാട്ട് ദാര്യവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ സാധു അന്നേരം അവിടെ ഇല്ല. തൻ്റെ പിതാവിനോടും മാതാവിനോടും മൂത്ത സഹോദരനുണ്ട്, ഇളയ സഹോദരിയുണ്ട്, അവരോട് ഞാൻ അവിടെ ചെന്ന് എന്നെ കയറ്റി അകത്തിരുത്തി സാധു സുന്ദരസിൻ്റെ സാക്ഷി മുഴുവൻ പറഞ്ഞു. തനിക്ക് സമാധാനമില്ലാതെ വന്നപ്പോൾ തൻ്റെ മുറിക്കകത്ത് കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. യഥാർത്ഥമായ ഒരു ജീവൻ ദൈവം ഉണ്ടെങ്കിൽ 4 മണിക്ക് മുമ്പ് എനിക്ക് കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ ട്രെയിനിൽ കൊണ്ട് അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന ഞങ്ങൾ ഇരിക്കുക. ഒരു 3:30-4 മണി ആകാറായപ്പോൾ ട്രെയിനിൻ്റെ സീറ്റ് കേൾക്കാം. താൻ പെട്ടെന്ന് കഥ മുറിയിൽ നിന്ന് ഇറങ്ങി ആത്മഹത്യക്ക് പോവാം. അപ്പം ദൈവം സംസാരിച്ചില്ല. ട്രെയിൻ പാളത്തിന് അടുക്ക ചെന്നപ്പോൾ തനിക്ക് തോന്നി എനിക്കൊന്ന് പുറമോട്ട് നോക്കണമെന്ന്. താൻ പുറമോട്ട് നോക്കി താൻ ഇരുന്ന മുറി തീ കത്തുന്നു. ഒടുക്ക താൻ ഓടിച്ചെന്നു ട്രെയിൻ പോയി അകത്ത് കയറി പറഞ്ഞു, സാധുവേ നീ പ്രാർത്ഥിച്ച യേശു ഞാനാകുന്നു, നീ എൻ്റെ അത് പിൻപറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി. അങ്ങനെ ആ വ്യക്തികളോട് സുവിശേഷം പറയുവാൻ കർത്താവിന് ഇടയാക്കി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും പോയി, ഞാൻ മാത്രം പത്താംകോട്ട് ശേഷിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങോട്ടാ പോകേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ പത്താംകോട്ടിലെ മിലിറ്ററി ജോലി ഉള്ളതായ ചാക്കോച്ചാൻ എന്ന് പറയുന്നതായ ഒരു സിസ്റ്റർ, ഒരു മോളുമുണ്ട്. അവർ പത്താംകോട്ട് വന്നു. ഞങ്ങളോട് പറഞ്ഞു എനിക്കും സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ എന്നോടും ചാകരൻ പറഞ്ഞു നിങ്ങൾ പാലമ്പൂർ പോകാൻ പറഞ്ഞു. ഈ പാലമ്പൂർ എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് അറിയത്തില്ല നമുക്ക്. പിന്നെ പത്താംകോട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് പാലമ്പൂരിന് ബസ് വന്ന് ഞങ്ങൾ കയറി ടിക്കറ്റ് എടുത്ത് പാലമ്പൂർ ചെന്നപ്പോൾ ഏകദേശം 4-5 മണി വൈകിട്ട്. താമസിക്കാൻ വീടെടുത്തിട്ടില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആ അമ്മാമ്മയും കുഞ്ഞിനെയും ഒരു കടയടത്തുണ്ണിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ വീട് അന്വേഷിക്കുക. എന്നുവെച്ചാൽ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൊച്ചു കൊച്ചു കുടിലുകളാണ്. അവിടെ എങ്ങും ഒരു വീട് കിട്ടിയില്ല. 7 മണി 7 ആയപ്പം ഞങ്ങൾ തിരിച്ചു വന്ന് കർത്താവ് എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആ കടക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ ഇവിടെ ഒരു റൂം എടുത്താ ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട്
ഞങ്ങൾ മാറിക്കോളാന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന ഒരു കൊച്ചും പരമണിക്കൂർ അദ്ദേഹം പറയാ, ഒരു റൂമുണ്ട്, പക്ഷെ നിങ്ങൾ താമസിക്കുമോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ കാണിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് 4-5 കിലോമീറ്റർ താഴെ ഒരു നാളെ ഹൈസ്കൂൾ വരുന്ന ഒരു തോട്, അതിൻ്റെ കരയില് 4 ഭിത്തിയിൽ മേളിൽ ഒരു ടിൻഷീറ്റ് ഇട്ടിരിക്കുന്നു. ലൈറ്റ് ഇല്ല, വെള്ളമില്ല, കിച്ചൺ ഇല്ല, ലാട്രിൻ ഇല്ല, ബാത്റൂം ഇല്ല. ഈ പെരയ്ക്ക് കതകും അടയ്ക്കാൻ കതകില്ല. എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ശരിയാട്ടം എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരാൻ ആ കടയിൽ നിന്ന് ചില ദോശയും കുറെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് ആ കട്ടില് മൂർത്തിട്ടു. അമ്മാമ്മയും കുഞ്ഞും കട്ടിലേ കിടന്നു. ഞാനും ഈ ചാക്കാച്ചാനും താഴെ, അതോ കരിങ്കല്ല മുഴുവൻ ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നു. ഭയങ്കര വേദന, ഉറക്കം വരുന്നില്ല. എങ്കിലും അങ്ങനെ കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞങ്ങള് അമ്മാമ്മയും കുഞ്ഞിനെയും ആ മുറി, ആ കട്ടിലെ അവരെ ഇറങ്ങത്തില്ല. ഞങ്ങൾ രണ്ടും കൂടെ ട്രാക്റ്റും ഗാമലും എല്ലാം പോയി ഇങ്ങനെ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു കിലോ ഇച്ചിരി അരി, ഇച്ചിരി ആട്ട, ഇച്ചിരി പഞ്ചസാര, അങ്ങനെ കുറച്ച് മേടിച്ചോണ്ട് വരും. അലമാരി ഒന്നുമില്ല, ഈ പ്ലാസ്റ്റിക് കൂടി തന്നെയാണ്. ഞങ്ങൾ താഴെ വെച്ചാണ് കിടക്കുന്നത്. പക്ഷെ ഈ അരിയുടെയും ആട്ടയുടെയും മണം ഉള്ളതുകൊണ്ട് എലി മണം പിടിച്ച് കയറി ഞങ്ങളുടെ ആ റൂം മുഴുവൻ എലിയെ കൊണ്ട് നിറഞ്ഞു. ഞങ്ങൾ വെച്ചിരിക്കുന്ന ആട്ടയും മരി മുഴുവൻ എലി തിന്നുക. ഞങ്ങൾക്കൊരു മണി പോലും കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തേള്, ഞണ്ട്, ഒച്ച, ഈ കുന്തം എല്ലാം കൂടെ പെരയ്ക്കകത്ത് കയറി ഞങ്ങളുടെ പുറത്തുകൂടി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. ഞങ്ങൾ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി കിടക്കുമ്പം എലി ബെഡ്ഷീറ്റ് വലിച്ചങ്ങ് മാറ്റും. അങ്ങനെ ആഹാരം കിട്ടത്തില്ല. ഇത് വലിയ പ്രശ്നമായി. ഏകദേശം 3 മാസം ഞങ്ങൾ അവിടെ വളരെ താമസിച്ചു. ഒടുക്കം ഞങ്ങൾ 3 പേരും കൂടെ രാത്രി കൈ പിടിച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടിയിപ്പാൻ കഴിവുള്ള ആ ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് നിന്റെ വേല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ദുഷ്ട ജന്തുവിനെ ഞങ്ങളെ വിടിയിക്കണം. പിതാവിൻ്റെ പരിശുദ്ധാത്മ നാമത്തിൽ ഞങ്ങൾ ഇങ്ങനെ ശാസിച്ച് ഞങ്ങളുടെ ബെഡിനോട് അടുത്തു വരാൻ പാടില്ല, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ എലിയും ഞണ്ടും എല്ലാം ഞങ്ങളുടെ ബെഡിനടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കുക. അതിൻ്റെ ഒരു കാല് പോലും ഞങ്ങൾ ബെഡ്ഷീറ്റെ വെക്കുന്നില്ല. അങ്ങനെ ദൈവം ദുഷ്ടജന്തുവിൻ്റെ നടുവിൽ ഞങ്ങൾ അത്ഭുതകരമായി ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾ പോയി സുവിശേഷം അറിയിച്ചവർ 3-5 പേര് ഗ്രാമത്തെ ആൾക്കാർ സ്നാനപ്പെടുവാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, ഇവരെ എങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ആരാധന വിളിക്കുന്നത് എങ്ങനാ? ഞങ്ങൾ കർത്താവേ, അവരെ സ്നാനപ്പെടുത്തിയ ശേഷം സഭയായിട്ട് കൂടണമെങ്കിൽ ഞങ്ങൾക്ക് വീട് ആവശ്യമായിരിക്കുന്നു. 3 ദിവസം ഞങ്ങൾ ഉപവാസങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ വീണ്ടും ഉപവാസങ്ങളിൽ പോയി. അങ്ങനെ മല കയറി ഇറങ്ങി ചെന്നപ്പോൾ ഒരു മലയുടെ ഒരു ഭാരവത്ത് ഒരു ബോർഡ് കണ്ടു, കർമ്മേൽ മൗണ്ട് സ്കൂൾ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ക്രിസ്ത്യാനിയുടെ സ്കൂളാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം മെതേഡിസ്റ്റ് നടത്തുന്ന സ്കൂളാണ്. ഞങ്ങൾ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു. ഞങ്ങളെ പിടിച്ച അവിടെ ഇരുത്തിവിട്ട് ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു. നിങ്ങൾ ആരാ, എന്തോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നവരാണ്, പക്ഷെ ഞങ്ങൾ താമസിക്കാൻ വീടില്ല, ഇവിടെ കാണുന്ന ഒരു റൂമാണ് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. അവിടെ അദ്ദേഹം ആ സിസ്റ്റർ പറയാ, 2 മാസം മുമ്പാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഞാനും എൻ്റെ ഒരു മോനും കൂടെ ഉള്ളൂ. ഞങ്ങള് എന്താ ചെയ്യുന്നത്? ഒരു ഗ്ലാസ് മുറിക്കാത്ത കിടക്കുക. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഒരു താക്കോലെടുത്ത് ഞങ്ങളെ കൊണ്ട് എന്താണ് അതിൻ്റെ അപ്പുറത്ത് 2 മുറി, ഒരു വീട്, ഒരു ഹോള്, ലാട്രിൻ, ബാത്റൂം, ലൈറ്റ്, കിച്ചൺ എല്ലാമുള്ള ഒരു മനോഹരമായ ഒരു വീട് തുറന്നു തന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ താമസിച്ചോ, വാടക തരണ്ട, കറണ്ട് തരണ്ട, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് അമ്മാമ്മയും കുഞ്ഞും കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ താമസമായി. അങ്ങനെ സ്നാനപ്പെടുത്തി. അങ്ങനെ 2 ആഴ്ച കൊണ്ട് അവിടെ ചെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് അനേക ലക്ഷങ്ങൾ ആ ഹോള് നിറച്ച്
വിശ്വാസികളായി. അപ്പൊ ഞാൻ ഈ ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ച, നിങ്ങൾ കുടുംബമായിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുക, ഞാൻ വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ പൊക്കോളാന്ന് പറഞ്ഞു. അത് ഒത്തിരി പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങനെ ഒരു ചാക്കോച്ച എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നാ ആട്ട്, ജോർജ് പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. രാവിലെ നാസ്തയെല്ലാം കഴിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കൊച്ചു പെട്ടിയെടുത്തു, എനിക്ക് വണ്ടിക്കൂലിയും തന്നു. ഞാനിത് എടുത്തുകൊണ്ട് പാലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. എങ്ങോട്ടാ പോകേണ്ടത്? ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, പ്രാർത്ഥിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബസ്, യുവൽ ക്യാമ്പ് ധർമ്മശാല ബസ് കണ്ടു. ഞാൻ കയറി. ഞാൻ പറഞ്ഞു, യുവൽ ക്യാമ്പിൽ ടിക്കറ്റ് തരാൻ പറയും. എവിടെയൊന്നും അറിയത്തില്ല. ടിക്കറ്റ് തന്നു, അവിടെ ഇരുന്നു. അപ്പം 3:30 വൈകിട്ട് യുവൽ ക്യാമ്പിൽ വന്നപ്പോൾ കൺട്രാക്ടർ പറഞ്ഞു, യുവൽ ക്യാമ്പായെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി. അവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്. ഞാൻ അവിടെ പെട്ടിയും പിടിച്ച് നിൽക്കുക. കർത്താവേ, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, എങ്ങോട്ടാ പോകേണ്ടത്? ഒരു പരിചയം. ഞാൻ അവിടെ നിൽക്കുമ്പോഴേ അതിൻ്റെ മേളിൽ ഒരു മിലിറ്ററി സ്കൂളുണ്ട്. അവിടെ നമ്മുടെ 2 പിള്ളേരെ അവിടെ പഠിച്ച ആങ്ങളെയും പെങ്ങളുമാണ്. അവർ സ്കൂൾ വിട്ട് ഈ റോഡിനപ്പുറത്ത് ഇറങ്ങിയാണ് അവരുടെ വീട്. ഈ 2 പിള്ളേരും കൂടെ അപ്പുറത്ത് ചോദിപ്പം ഈ ആങ്ങളച്ചെറുക്കൻ എന്നെ അങ്ങ് ശ്രദ്ധിച്ച് നോക്കുക. അപ്പം ആ പെങ്ങളോട് പറഞ്ഞു, നീ വീട്ടിൽ പോ, ഞാൻ ഈ അങ്കിളിൻ്റെ അടുക്ക പോട്ടെ. ആ കൊച്ചൻ തിരിച്ച് എൻ്റെ അടുക്ക വന്നു. എന്നോട് ചാരാ, എന്താ, എവിടാ? ഞാൻ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങള് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ആ കൊച്ചൻ പറയും, എൻ്റെ 8 വയസ്സുണ്ട്. അമ്മ അങ്ങൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ ആ കുഞ്ഞിൻ്റെ കൂടെ അവിടെ വീട്ടിൽ ചെന്നു. എന്നെ അവിടെ ഒരു കസേരയിൽ ഇട്ടിട്ട് ഈ മോൻ ആദ്യം അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി, ഈ അങ്കിള് രാവിലെ ഇന്നോട് ബസ് സ്റ്റാൻഡിൽ ഞാൻ കണ്ടതാണ്. ഇതൊരു ആഹാരം കഴിച്ചിട്ടാണ്. പെട്ടെന്ന് റൊട്ടി ഉണ്ടാക്കി, സബ്ജി ഉണ്ടാക്കി, ചായ എന്ത് കൊടുക്കാൻ പറഞ്ഞു. പപ്പായെ വിളിച്ചു. പപ്പ, നമ്മുടെ മുറിയുടെ അങ്ങേ അപ്പുറത്തെ പുറകിലത്തെ ആ മുറി അങ്കിളിന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മുറിയും കിട്ടി, ആഹാരം കിട്ടി. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അന്നപ്പം ഞാൻ എൻ്റെ മിസ്സസ് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നില്ല, നാട്ടില. 2-3 മാസം കഴിഞ്ഞപ്പം ഞാൻ ആ വീട്ടുകാർ ചോദിച്ചു, ഞാൻ പോയി എൻ്റെ ഭാര്യയെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പത്താംകോട്ട് ചെന്ന് വീട്ടിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ 78 ഞാൻ പോയി ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് ഞങ്ങൾ യുവൽ ക്യാമ്പിൽ താമസിപ്പോൾ ഞങ്ങൾക്ക് ആഹാരം അവരെ തരുന്നത്. അങ്ങനെ ദൈവങ്ങൾ വേല ചെയ്ത ഗ്രാമങ്ങളിലും ഒക്കെ ഇങ്ങനെ പോയി കണ്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടുത്തെ കത്തോലിക്ക ചർച്ച ഉണ്ട്. ചർച്ചിലൊരു അച്ഛനെ കണ്ടു. അച്ഛൻ പാലക്കാരൻ. ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചായ എല്ലാം കുടിപ്പിച്ച് പോയി. അങ്ങനെ ഞാൻ അച്ഛാ, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ഗ്രാമത്തിൽ പോയി സുവിശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു തൂക്ക് സഞ്ചി മേടിച്ചുകൊണ്ട് വന്ന് അച്ഛൻ്റെ കയ്യിൽ ഒരു സഞ്ചി ട്രാക്റ്റും ഗോസ്പലും കൊടുത്തു. എൻ്റെ കയ്യിലുമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ, ഞങ്ങൾ 3 പേരും കൂടെ ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ അച്ഛൻ പറഞ്ഞു, ജോർജ, എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കും, ഞാൻ ഹിന്ദി പ്രാർത്ഥിക്കും. അപ്പം അച്ഛൻ അങ്ങ് വലിയ സന്തോഷമായി. അങ്ങനെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഒരു ചർച്ച ഉണ്ട് കത്തോലിക്കരുടെ. പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, പാസ്റ്റർ ഒരു സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചയിൽ വന്ന് ഒരു മീറ്റിംഗ് നടത്താൻ പറഞ്ഞു. അപ്പം എൻ്റെ മിസ്സസും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് അങ്ങ് വരണം, 4-5 ദൂരം മല കയറണം, വണ്ടിയിൽ പോകണം. ഞങ്ങൾക്ക് യാത്ര ഒന്നും. അവിടെ കൊണ്ട് ക്യാപ്റ്റൻ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു സഹോദരന് വണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വരും, ഞങ്ങൾ ചർച്ചിൽ കൊണ്ടുപോകും, അവിടുന്ന് ആഹാരം കിട്ടും, കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വരും. അങ്ങനെ ആ ചർച്ചിൽ ചെന്ന് ഞാൻ ഹിന്ദി പാട്ടൊക്കെ പാടി ഹിന്ദി കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കുറച്ച് പെണ്ണുങ്ങള്, ഈ തൂപ്പുമാരികൾ, അവരവിടെ നിന്നുകൊണ്ടിരിക്കുക. ഈ ഹിന്ദി കേട്ടോണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ചൂരുമ്പോഴെല്ലാം വലിച്ചെറിഞ്ഞ് ചർച്ചിൽ കയറി വന്നു. അപ്പോൾ അവരെല്ലാം എൻ്റെ കാലെ നമസ്കരിച്ച് പറഞ്ഞു, പാട്ടറെ,
ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഈ പാട്ടും ഈ വചനം കേൾക്കുന്നത്. അതുകൊണ്ട് എല്ലാ സൺഡേയിലും ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞു. അവർക്കറിയാവുന്നവരൊക്കെ എല്ലാ സൺഡേയും വിളിച്ചോണ്ട് വന്നു. അങ്ങനെ ചർച്ച് മുഴുവന് ഹിന്ദിക്കാരെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റോമാലേഖനം 6-ാമത്തെ 23-ാം വാക്യെടുത്ത് പാപത്തിന് ശമ്പളം മരണവും ദൈവത്തിന് കൃപാവരവും എന്നുള്ള വാക്യമെടുത്ത് ഹിന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാപ്റ്റൻ ജോസഫ് എന്ന അദ്ദേഹം ഭയങ്കര കുടിയനാണ്. തനിക്ക് രാവിലെ തൻ്റെ കാലൊന്ന് താഴെ കുത്തണമെങ്കിൽ ഒരു കുപ്പി അകത്ത് ചെല്ലണം. അത്ര കുടിയനാണ്. ഒടുക്കം അന്നത്തെ സൺഡേയില് താൻ കുടിച്ച പള്ളി വന്നത്. ഈ വചനം കേട്ടോ താൻ ചാടി അങ്ങെണ്ണീറ്റു. പക്ഷേ ഇന്നത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഒന്ന് പശ്ചാത്തലമായി, എനിക്ക് ദുഃഖമായി. ഞാൻ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെളിയിലൊരു പൈപ്പുണ്ട്, അവിടെ ചെന്നിട്ട് നമ്മുടെ കയ്യെ അണ്ണാക്കെട്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഛർദ്ദിക്കുമല്ലോ. അങ്ങനെ താൻ അതുപോലെ ചെയ്ത് ഛർദ്ദിച്ച് മുഖം വായും എല്ലാം കഴുകി വൃത്തിയായിട്ട് ചർച്ച വന്നു. താൻ എന്നെ സാക്ഷ്യം പറഞ്ഞു, പക്ഷേ ദൈവം ഞാൻ പറയാണ്, ഞാൻ മേലാൽ ഇനി കുടിക്കത്തില്ല, എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചിരിക്കുന്ന സാക്ഷ്യം പറഞ്ഞ് താൻ ഇരുന്നപ്പോൾ അച്ഛൻ ചാടി എണ്ണീറ്റു. കാരണം ഞാൻ ഈ അച്ഛൻ ചാടി എണ്ണിക്കുന്നത്, അച്ഛൻ പറയായിരുന്നു, ഈ ജോസഫ് പറഞ്ഞ് എനിക്കും വല്ലപ്പോഴും ചില കുപ്പി കൊണ്ടു തരും, ഞാനും കുറച്ചൊക്കെ കുടിക്കുമായിരുന്നു. അവിടെ അച്ഛനും പറഞ്ഞു ഞാനും മേലും കുടിക്കത്തില്ല എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവകൃപയാൽ ആ പ്രദേശം വളരെ പ്രവർത്തി വിജയിച്ചു. അപ്പം ഗ്രാമത്തിൽ പോകുമ്പം ഇവരുടെ വീടുകളെല്ലാം ദൈവങ്ങളെ കൊണ്ട് അങ്ങ് ഫോട്ടോ നിറച്ചു വെച്ചിരിക്കുക. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ഞാൻ പറയും, ഇത് തെറ്റാണ്, ഇത് പിശാണ് ഒന്നും പറയത്തില്ല. നമ്മൾ സുവിശേഷം പറയും, രക്ഷാ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുക. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെന്താണ്, അവര് തന്നെ ഈ സകല വിഗ്രഹങ്ങളെ ഫോട്ടോ എടുത്ത് കാട്ടിക്കൊണ്ട് കളഞ്ഞു. അങ്ങനെ ദൈവത്തിന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഒരു സഹോദരൻ അവിടെ ആയപ്പോൾ അന്ന് അപ്പം എൻ്റെ മിസ്സസ് പ്രഗ്നൻ്റായി. അപ്പോൾ നാട്ടിൽ വിട്ടു. നാട്ടിൽ പോയി പ്രഗ്നൻ്റ് എല്ലാം കഴിഞ്ഞ് 80-ൽ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പം അവിടെ വന്നപ്പം PG സാർ പറഞ്ഞു, പാർട്സ് ഒരു കാര്യം ചെയ്യും, ഡൽഹൌസിക്ക് പോകാൻ ഹിമാചലിൽ. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ യുവ ക്യാമ്പിൽ നിന്ന് അങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് ധർമ്മശാലയിലെ ഒരു ദേവദാസനുണ്ട്, അദ്ദേഹം ഞങ്ങളെ വിളിച്ച് അവിടെ ചെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ബുധൻ വ്യാഴം വെള്ളി വരും, ശനിയാഴ്ച ഞങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു, ധർമ്മശാലയിലാണല്ലോ ഈ ടിബറ്റുകാരുടെ മന്ത്രി പൂജാരി ഉണ്ടല്ലോ, ദലൈലാമ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷേ നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 കിലോമീറ്റർ ഇവിടെ നിന്ന് അതാണ് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് ഞങ്ങൾ നടന്ന് ഇവർ അമ്പലത്തിനടുക്ക വന്ന ഭയങ്കര ഗേറ്റാണ്. അത് 2 പൂജാരികളാണ് അവിടെ ഗേറ്റിൽ നിൽക്കുന്ന ക്യാബൻ. വരുന്നവരാരകത്ത് കയറ്റത്തില്ല. അടുക്ക ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് പാഷന്മാരാ. പറഞ്ഞു ഈ പാഷം എന്തുവാ? ഞാൻ പറയും ഞങ്ങൾ പാതിരികളാ. അതെന്തോ? എന്നിട്ട് ഇവർക്ക് മനസ്സിലായി അറിയത്തില്ല. ഞാൻ പറയും ഞങ്ങള് സൗത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ പൂജാരികളാന്ന് പറഞ്ഞു. പൂജാരി എന്ന വാക്ക് കേട്ടപ്പോഴത്തേക്ക് ഈ ഗേറ്റ് തള്ളി തുറന്ന് എന്നെയും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടെ അവർ റൂമിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇരുച്ച ഓടിച്ചെന്ന് പറഞ്ഞു, ദലന പറഞ്ഞു, ഗുരുവിനെ കാണാൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു മലയാളി ഫാമിലി പൂജാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ താനെ പെട്ടെന്ന് ഷാളെടുത്ത് ഇങ്ങനെ വിട്ട്, നമുക്കറിയാമല്ലോ, ഇട്ട് പെട്ടെന്ന് എൻ്റെ അടുക്ക വന്ന് ഞങ്ങളുടെ 2 പേരുടെയും കാലയിൽ ഇങ്ങനെ വന്ന് തൊട്ട് നമസ്കരിച്ച് ഇങ്ങനെ വെച്ചു. ഞാൻ അദ്ദേഹത്തെ പിടിച്ച് എണ്ണീപ്പിച്ച് താൻ ഇരിക്കുന്ന സ്വർണ്ണ കസേറയാണ്, അതേലിരുത്തി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അരമണിക്കൂർ സുവിശേഷം പറഞ്ഞു, അതുപോലെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ചായയും ബിസ്ക്കറ്റ് എല്ലാം കൊണ്ട് തന്നെ കഴിച്ചു. ഞാൻ പിന്നെ എൻ്റെ ടിബറ്റൻ ഭാഷയുടെ ന്യൂട്രേഷൻ ഉണ്ടായിരുന്നു, ഞാൻ അത് കൊടുത്തിട്ട് പറഞ്ഞു, ഗുരു ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ പൂജ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഓരോ വാക്ക് ഇവരെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞു.
ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അങ്ങനെ ഞങ്ങൾ യുവ ക്യാമ്പിലേക്ക് വന്നപ്പോഴാണ് ഡെല്ലോസിക്ക് വേണ്ട അവസരം വന്നു. ഡെല്ലോസി എവിടെയാണെന്ന് അറിയത്തില്ല. പത്താംകോട്ട് നിന്ന് ഞങ്ങൾ ബസ് കയറി. ഡെല്ലോസി രണ്ടുണ്ട്, മുകളിലും താഴെ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഡെല്ലോസി ആയെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ എന്താ, നമുക്ക് വീടില്ല. ഞാൻ ആ കുഞ്ഞോളെ മോളെയും കൂടെ അവിടെ ഇരുത്തി വീട് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും വീട് കിട്ടിയില്ല. ഞാനൊരു കടക്കാരൻ ചോദിച്ചപ്പോൾ വീടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, മേളിൽ ഡെല്ലോസിൽ മേളിൽ ഒരു ഹോസ്റ്റലുണ്ട്, ചർച്ചുണ്ട്, അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അപ്പം മലയാളി അച്ഛനാ. കണ്ട് കാര്യമെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഒരു വരായി എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഡ്രൈവറെ വിളിച്ചു, കാറിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞും താഴെ ഉണ്ടെല്ലാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങളെ എല്ലാം കൂടെ കയറ്റി. ഡെല്ലോസിൽ താഴെ അവർക്ക് പാർസനേജ് ഉണ്ടായിരുന്നു, അവിടെ താമസമില്ല. അത് തുറന്നു തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ അത് താമസിക്കാൻ പറഞ്ഞു. അങ്ങപ്പോൾ സന്ധ്യയായി. ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞങ്ങൾ കട്ടിൽ വീതിച്ച് ദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ കിടന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരാന്ത നിൽക്കുമ്പോൾ താഴെ ഒരു ക്രിസ്ത്യൻ കോളനിയാണ്. അവിടുന്ന് ഒരു പെണ്ണ് തനി വെളിയിൽ അങ്ങോട്ട് പോവാണ്. എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നു. അങ്കിള് ആരാ, എവിടാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ ആ പെൺകുഞ്ഞ് ചെന്ന് തൻ്റെ വീട്ടിൽ റൊട്ടിയും സബ്ജിയും ചായയും എല്ലാം ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അങ്ങനെ ഞങ്ങളവിടെ കർത്താവിൻ്റെ വേല ചെയ്ത് ഗ്രാമങ്ങളിൽ പോയി. പഹാടി പ്രദേശങ്ങളാണ്, എല്ലായിടത്തും കയറി സുവിശേഷം ട്രാക്ടറിലെല്ലാം കൊടുത്ത് അങ്ങനെ കർത്താവിൻ്റെ വേല വിജയമായി. ഏകദേശം 13 പേരോളം സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. അങ്ങനെ സ്നാനക്കുളം എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെ നദിയും കുളമൊന്നുമില്ല, ഐസുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോയിരിക്കുക. അപ്പം ഞാൻ ശനിയാഴ്ച രാവിലെ വൈകിട്ട് വെളുപ്പിന് ഞാൻ പറഞ്ഞു സ്നാനമോടെ വരാൻ പറഞ്ഞു. അവരെല്ലാം കൂടെ 13 പേരും വീട്ടിൽ വന്നു. ഞങ്ങൾ അവിടെ ഒത്തിരി മുളയുണ്ട്, മുള കണ്ടിച്ചെടുത്തിട്ട് അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചു. എന്നിട്ട് തിരിയിട്ട് പന്തം കത്തി ഞങ്ങൾ പാട്ടുപാടി പോവാ സ്നാനത്തിന്. മല കയറുക, മല ഇറങ്ങുക. 2 മണിയായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കാണാൻ ഇടയായില്ല. ഈ കർത്താവ് 4 മണി കഴിഞ്ഞാൽ പിന്നെ തണുപ്പാ, തിരിച്ചറിയാൻ പ്രയാസമാകും. അങ്ങനെ ഇരിക്കുമ്പോൾ പർവ്വതമേൽ ഒരു മനുഷ്യനെ ഇറങ്ങി വന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. വെള്ളം പഴുത്താണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് എൻ്റെ പൊത്തം നനയാൻ പോലും വെള്ളമില്ല, കാരണം ഐസ് ഒഴുകി പോകുന്ന വെള്ളമാണ്. അവിടെ അങ്ങനെ സ്നാനപ്പെടുത്തുക എങ്ങനെ? ഞാൻ സഹോദരന്മാർ പറഞ്ഞു പെട്ടെന്ന് മട കെട്ടാൻ പറഞ്ഞു. അവർ കല്ലെടുത്ത് മട കെട്ടി. വെള്ളം പൊങ്ങി. എൻ്റെ മുട്ടിൻ്റെ മേളിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം വന്ന വെള്ളം ഐസായി പൊങ്ങി വരിക, ഐസ് കട്ടോ പൊങ്ങി വരിക. എന്താ ചെയ്യേണ്ടത്? ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ പാട്ടും പാത്തിനും ഒന്നുമില്ല, പിതാവ് പരിശോധന പറയും മുക്കും കയറി പൊക്കോണം. അങ്ങനെ എല്ലാവരും മുക്കി സ്നാനപ്പെടുത്തി കയറി. ഞാൻ അവസാനം ഈ പെൺകുട്ടിയായിരുന്നു. ആ പെൺകുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് മുക്കി സ്നാനപ്പെടുത്തുകയും ഈ ഐസ് എല്ലാം കൂടെ പെണ്ണിനെ അങ്ങ് മൂടി. പെണ്ണ് ഐസിനകത്ത് ഇങ്ങനെ അങ്ങ് ചുരുന്നുകൂടിയിരിക്കുക. എനിക്ക് എടുക്കാൻ വയ്യ. എന്താ ചെയ്യേണ്ടത്? ഞാൻ സഹോദരനോട് കല്ലെടുത്ത് ഐസ് പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ സഹോദരനെ കല്ല് ഐസ് എടുത്ത ഐസ് പൊട്ടിച്ച് ആ കുഞ്ഞിനെ പൊക്കി കയ്യിലെടുത്തു വെളിക്കൊണ്ട്. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്, ചൂടായി. അപ്പം ഞാൻ പിന്നെ വെള്ളം അഴിച്ചു വിടാൻ പറഞ്ഞു. വെള്ളം അഴിച്ചു വിട്ടപ്പം എൻ്റെ 2 മുട്ടിന് മേളിൽ ഞാനിങ്ങനെ ഐസ് കയറി ഐസ് പോലെ ഞാൻ കമ്പ് പോലെ നിൽക്കുക. എനിക്ക് അനങ്ങാൻ വയ്യ. അവിടെ അവർ കല്ലെടുത്ത് ഐസ് പൊട്ടിച്ച് എന്നെ പൊക്കിയെടുത്ത് അങ്ങനെ ചൂടൊക്കെ നടക്കാമെന്നുള്ള ഒരവസരം വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. രാത്രിയിൽ വീട്ടിൽ വന്നപ്പോൾ രാത്രി 12 മണിയൊക്കെ ആയി. അവരങ്ങോട്ട് പോയി. ഞങ്ങളുടെ റൂമിലും വന്നു. അവിടുന്ന് ഒരു സഹോദരൻ ഞങ്ങൾക്ക് തന്നെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നു. ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ അങ്ങനെ കർത്താൻ വേല ചെയ്തപ്പോൾ അതിലൊരു ചില പഠിത്തമുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യും, ലക്നൗവിലൊരു ഹിന്ദി സ്കൂളുണ്ട്, നീ പോയി പഠിക്കാൻ പറഞ്ഞു. അവനെ അവിടെ വിട്ടു. അവനെ പഠിക്കാൻ പോയി. അങ്ങനെ ഞാൻ അവിടെ കർത്താൻ വേലകൊണ്ടിരിക്കാൻ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ അങ്ങനെ ആൾക്കാരായി. അങ്ങനെ കർത്താവിൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ അലക്കാൻ സോപ്പില്ലാതെ വന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു സോപ്പില്ല. ഞാൻ ഒരു കാര്യം ചെയ്യും,
ആ വെളിയിൽ പൈപ്പില് വെച്ച ബക്കറ്റിന് വെള്ളം മുക്കിയാൻ പോയിട്ട് സോപ്പ് ആരറിയുന്ന സോപ്പിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അവൾ ബക്കറ്റിൽ വെള്ളം മുക്കി വെച്ചുകൊണ്ട് രാവിലെ ചെന്ന് നാസ്ത ഉണ്ടാക്കി. ഞങ്ങൾ കഴിച്ചു. ഇവള് ചെന്ന് തുണി കഴിയാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പം ഈ പൈപ്പിലെ വെള്ളം വരുന്നതിനെക്കുള്ള കണ്ണീന്ന് ഒഴുകുന്നു. എനിക്കത് കണ്ടു. എനിക്ക് വലിയ പറയാം, എന്താ പറയാൻ നോക്കും. ഞാൻ മുറി കയറി. ഞാനും പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതിൻ്റെ നടുവിൽ നീ അത്ഭുതം പഠിച്ച് ഒക്കത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഹാജൻ എന്ന് പറയുന്ന സോപ്പ് ഫാക്ടറി ഉണ്ട്. ഒരു കാക്ക അവിടെ 250 ഗ്രാമിൻ്റെ ഒരു സോപ്പ് കട്ട അത് ചുണ്ടയിൽ കൊത്തി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഭാര്യയുടെ കാലിന് ചോട്ടിൽ അതിട്ടേച്ച് അങ്ങ് പറന്നുപോയി. നോക്കണം, ഏലിയാവിനെ അല്ല, കർത്താവ് ഞങ്ങളെയും കാക്കയെ കൊണ്ട് പരിപാലിച്ചു. അപ്പോൾ ദൈവത്തിന് ഒന്നിലങ്ങ് വളരെ സന്തോഷമായി. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പം വീട്ടിൽ ആഹാരമില്ല, അരിയില്ല വെക്കാനായിട്ട്, പട്ടിണി. അപ്പം ഞങ്ങൾ 3 പട്ടിണി കിടന്ന് ഉപവാസം എടുക്കുക. ഞങ്ങൾക്ക് ആഹാരത്തിനുള്ള ആഹാരം ഒരുക്കണം. വെള്ളി, ശനി, ഞായർ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം സഹായത്തിന് അന്ന് ചെല്ലും വിശ്വാസികളില്ല. അപ്പം സൺഡേയിൽ ആരാ ഞങ്ങൾ മുടക്കത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കും, ഭാര്യ മുമ്പിലിരിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞങ്ങൾ പാട്ട് പാടും, അവൾ പ്രാർത്ഥിക്കും, ഞാൻ സങ്കീർത്തനം വായിക്കും, അതിന് പ്രബോധിക്കും, അവൾ സാക്ഷ്യം പറയും, ഞാൻ പ്രാർത്ഥിച്ച് ആസ്വാദം പറയും. പക്ഷേ സ്തോത്രം പൈസ ഇല്ല. ബാക്കി എല്ലാ കാര്യം ചെയ്തു. അങ്ങനെ ഇരിക്കുകയായിരുന്നപ്പോഴാണ് ജനങ്ങൾ ദൈവത്തിനെ കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ ഈ ഉപവാസം ഒരു ദിവസം ഒരു മുസ്ലിം തൻ്റെ ഞങ്ങളുടെ വീടിന് മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഈ കരച്ചിലും പ്രാർത്ഥനയൊക്കെ കേട്ടവിടെയോ ജമ്മുക്കാരനാണ്. അദ്ദേഹം വീട്ടിൽ വന്ന് കഥയെ മുട്ടി തുറന്നു കയറിച്ച്, എന്തുവാ നിങ്ങൾ കരയുന്നത്, എന്തുവാ, എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പാസ്റ്റർമാരാണ്, പാതിരികളാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ദൈവത്തോട് പറയുകയാണെന്നുണ്ട്. ഒരു അദ്ദേഹം പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ ചെയ്തു തരാം. അപ്പൊ സന്ധ്യയായി. ഒരു താൻ പോയി. അന്ന് രാത്രി ദൈവം തനിക്ക് ഉറക്കം കൊടുത്തില്ല, ഞങ്ങളെ സഹായിക്കാന്ന്. തൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മിലിറ്ററിക്കാർക്ക് റേഷൻ കൊടുക്കുക. അപ്പൊ രാവിലെ താൻ റേഷൻ കട തുറന്ന് 3 പട്ടാളക്കാരെ വിളിച്ച് അവിടുത്തെ വലിപ്പമുള്ള സഞ്ചിക്കകത്ത് അരി, നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും 3 പട്ടാളക്കാര് അവരെ തലേ ചുമന്നെടുത്തോണ്ട് വന്ന് ഞങ്ങളുടെ വീടിന് വാതിൽ ഇട്ടേച്ച് അവരങ്ങ് പോയി. ഞാൻ വിളിച്ചു ഇവിടെ വരാൻ പറഞ്ഞു. ആരാന്ന് ചോദിച്ചു, ഇന്ന ആൾ തന്നാ പറഞ്ഞു. ഞാൻ തന്ന അതവ് തുറന്ന് ഈ 3 ചാക്കും വലിച്ചകത്ത് വെച്ച് തുറന്നപ്പോ എന്തുവാ, ഞങ്ങൾക്ക് ഈ സാധനം വെക്കാൻ സ്ഥലമില്ല. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ പോലെ ആഹാര സാധനങ്ങളെ കൊണ്ട് ഞങ്ങൾ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അങ്ങനെ കർത്താവിന്റെ പ്രവൃത്തിയെല്ലാം വെളിയായപ്പോൾ ഈ സഹോദരൻ പഠിച്ചിട്ട് വന്നു. ഒടുക്കം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, രാജമസി എന്ന പേര്, രാജമസി, നമുക്ക് രണ്ടും കൂടെ പ്രവർത്തിക്കാന്നത്. ഞങ്ങളിങ്ങനെ 2 പേരും കൂടെ എല്ലാം ഗ്രാമത്തിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ PG സാർ പറഞ്ഞു, പാഷയെ ഒരു 3 മാസത്തേക്ക് ജമ്മുക്ക് പോകണമെന്ന് പറഞ്ഞു. കാരണം അവിടെ ജമ്മുവിന് സത്വാജ് എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു മലയാളി പാഷൻ കുടുംബമുണ്ട്. അവർക്ക് 3 മാസം ബാംഗ്ലൂരിൽ ഒരു ട്രെയിനിങ് ഉണ്ട്, അതിന് പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഹിന്ദിക്കാരാ. അപ്പം എന്നോട് പാസ്റ്റർ ജോർജ്, നിങ്ങൾക്കൊന്ന് പാനോ? ഞാൻ പറഞ്ഞു പാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡൽഹൌസിൽ നിന്ന് പത്താംകോട്ട് വന്നു. പത്താംകോട്ട് നിന്ന് ജമ്മുവിലുള്ള വണ്ടി കയറി. ഞാനും എൻ്റെ ഭാര്യയും അന്ന് എൻ്റെ ഈ കുഞ്ഞു മോനേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും വണ്ടിയിൽ കയറി സത്വാരി ചെന്നു. അവിടെ ചെന്നപ്പം പാഷ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ട് തൻ്റെ വീട്ടിലാക്കി. പക്ഷെ താൻ പിറ്റേ രാവിലെ പോയി 1 മണി ആഹാരം, ചോറും അരി പോലും മേടിച്ചു വെച്ചിട്ടില്ല, ഉപ്പില്ല, ഒന്നുമില്ല. സന്ധ്യയായി. അന്ന് രാത്രി ഞങ്ങൾ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ഇവരങ്ങ് പോയി. കർത്താവ് എന്താ ചെയ്യേണ്ടത്? ഒടുക്കം ഞങ്ങൾ പിറ്റേ ദിവസം ഗ്രാമത്തിൽ പോയി സൂക്ഷിച്ചാൽ ഗോസ്പൽ കൊടുത്ത് 1 രൂപയ്ക്ക് കൊടുക്കും. അതിന് കിട്ടുന്ന പൈസ കൊണ്ട് ചില അരിയും ആട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരും. ആഹാരം അങ്ങനെ ചർച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ RS പുര എന്ന് പറയുന്ന ജമ്മുക്കാരൻ മോർഡ് ഏരിയയിൽ ഒരു പാസ്റ്ററുണ്ട്, RS തോമാച്ച എന്ന് പറയും. അദ്ദേഹം ഞങ്ങളെ വിളിച്ചു, പാസ്റ്ററെ,
നിങ്ങൾ 2-3 ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി വരാം, ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച ഇപ്പോൾ സൺഡേ ഇവിടെ വരണമെന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ സത്വാരിയിൽ നിന്ന് ബസ് കയറി RS പൂരയിൽ ഇറങ്ങി. പാസ്റ്റർ വന്നു, ഞങ്ങളെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ മീറ്റിംഗ് എല്ലാം ഭയങ്കരം ഇന്ത്യൻ ബോർഡർ ഏരിയ. അവിടെ പട്ടാളക്കാരും കാവലും നിൽക്കുക, പാകിസ്ഥാൻകാരുണ്ട്, ഇന്ത്യക്കാരുടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഗ്രാമത്തിൽ പോയി അതിന് സുവിശേഷം അറിയിച്ച് ശനിയാഴ്ച രാവിലെ ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഇവിടെ വരെ വന്നില്ലയോ, ഇന്ത്യൻ ബോർഡർ ഏരിയ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് അങ്ങനെ പാനൊക്കത്തില്ല. കാരണം നമ്മുടെ ബോർഡർ ഏരിയ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. മിലിറ്ററിയിൽ അവിടെ പാകിസ്ഥാനിലെ മിലിറ്ററിക്കാർ നമ്മളെ കണ്ടാൽ ഒറ്റുനോക്കുകാരാന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചോണ്ട് പോകും. നമ്മൾ എങ്ങോട്ടാണ് നമുക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കാര്യം ഒരുക്കെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അന്നത്തെ അവിടെ ഡ്യൂട്ടി ഒരു മാവേലിക്കാരൻ, ഒരു ബ്രദർ ഡ്യൂട്ടി, നമ്മുടെ മലയാളി, അദ്ദേഹം ഞങ്ങളെ കണ്ടു. അപ്പോൾ എൻ്റെ കൊച്ചു പെട്ടിയുണ്ട്, എൻ്റെ കയ്യിലൊരു ബൈബിളും വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനും കുഞ്ഞോളും മോക്കും എടുത്തോണ്ട് ഇങ്ങനെ നടക്കുക. ബോർഡർ ഏരിയ എന്ന് പറയുന്ന അന്ന് ഭിത്തി മുള്ളുവലൊന്നുമില്ല, ഇത്രയും വീതിയിൽ. ഇത് പാകിസ്ഥാൻ്റെ, ഇത് ഇന്ത്യ. ഞങ്ങൾ ഇന്ത്യ ബോർഡർ കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പാകിസ്ഥാനിൽ അവിടെ കുറെ സ്ത്രീകൾ അവിടെ ഏതാണ്ട് കൃഷി സഹോദരന്മാർ അയാൾ കൃഷി ചെയ്യുക. അതിന് നടുവിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലെ ബൈബിള് കണ്ടപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഭാഷ അവിടെ നിൽക്കോ. ഞാൻ ചില പാകിസ്ഥാനിലെ എന്നെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ അവിടെ നിന്നു. അവർ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഭാഷയെ ഒരു പാട്ട് പാടി ഈ ദൈവത്തിന് അല്പം സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു നല്ലൊരു അവസരം പാകിസ്ഥാൻകാരോട് പറയാൻ. അപ്പം പാകിസ്ഥാൻ നമ്മുടെ പാസ്പോർട്ട് വിസ ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു കാല് പാകിസ്ഥാൻ ബോർഡറിൽ വെച്ചു, ഒരു കാല് ഇന്ത്യൻ ബോർഡറിൽ വെച്ചു. അങ്ങനെ നിന്നുകൊണ്ട് ഒരു ഹിന്ദി പാട്ടും പാടി അരമുക്കാൽ വണ്ണം സംസാരിച്ച് കഴിഞ്ഞ ശേഷം അന്നത്തെ അവിടുത്തെ പ്രസിഡന്റായിരിക്കുന്നത് ബാനർജി ഭുട്ടോയ. അപ്പോൾ ബാനർജി ഭുട്ടോയ്ക്ക് വേണ്ടി അവർ BS വർക്കാർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ജോലി ചെയ്യുന്നതായ അവർക്കായും ആ ക്രിസ്ത്യൻ സഹോദരിക്കായും പ്രാർത്ഥിച്ച് ജയമഷി എന്ന് കൈയൊക്കി പറഞ്ഞു. മാറാന്നാന്ന് പറഞ്ഞു. അവരും അതുപോലെ പറഞ്ഞു. അങ്ങനെ കൈയെല്ലാം മാറ്റി അവർ അങ്ങോട്ട് പോയി. പാസ്റ്റർ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഞങ്ങളെ കയറ്റി വിട്ടു. പക്ഷെ ബസ്സിൽ കയറുന്നതിന് മുമ്പായി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും RS പൂരയിൽ നിന്ന് സത്വാരി വരെയുള്ള എത്ര വണ്ടിക്കൂലി ഉണ്ടോ അത്രയും പൈസ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന പൈസ ഞാൻ കർത്താവ് പാസ്റ്റർ ഇത് പാസ്റ്റർ വെക്കെ കൊടുത്തു. ഞങ്ങളെ വണ്ടി കയറ്റി വിട്ടു. വണ്ടി സത്വാരി രാത്രിയായി. അവിടെ 6 മണി കഴിഞ്ഞപ്പോൾ ജമ്മുവിൽ മുഴുവൻ ലൈറ്റ് ഓഫ് ആകും, എല്ലാ കടയും അടയ്ക്കും, ഒരു ഈച്ച പോലും കാണത്തില്ല. എന്താ ചെയ്യേണ്ടത്? ഒടുക്കം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ ചെന്ന് തുറന്നപ്പോൾ അന്ന് കുഞ്ഞിന് 2-3 മാസമേ ഉള്ളൂ. അവന് പാല് കൊടുക്കാൻ പാലില്ല, വീട്ടിൽ ആഹാരമില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയാവും, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. എന്ന് എൻ്റെ കുഞ്ഞിന് പാലില്ല, പക്ഷെ ഈ വെള്ളം ഇതിന് പാലിൻ്റെ രുചിയാക്കി മാറ്റി അവനെ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, കൊടുത്തു. ഒറ്റ വലിക്ക് അവൻ ആ വെള്ളം കുടിച്ചു. ഈശോയോട്. അപ്പം ഞങ്ങളെ കഴിച്ചിട്ടില്ല. ഞങ്ങളും കട്ടിലിൽ പ്രാർത്ഥിച്ചു, കർത്താവേ നാളെ ഒരു 100 രൂപ ഞങ്ങൾക്ക് കിട്ടണം, സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. അന്നത്തെ 100 ഇന്ന് 1000 രൂപയുടെ വിലയാണ്. 1 കിലോ പാലിന് 5 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ കർത്താവ് നാളെ ഞങ്ങൾക്കൊരു 100 രൂപ വേണമെന്ന് പ്രാർത്ഥിച്ച് കിടന്നു. ഇരുമ്പ് കട്ടില്ല നടക്കും നിങ്ങൾ. അതേ കിടന്നപ്പോൾ ഒരു 12-1 മണി ആയപ്പം ഏതോ ഞങ്ങളുടെ കട്ടിലിൻ്റെ കാലിൽ ഇങ്ങനെ ചൊറിയുക, കറ ശബ്ദം കേൾക്കുക. 1, 2, 3 ഇതാരാണ്? പിന്നെ പറഞ്ഞു, ഇനിയും ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. 4-ാം പ്രാവശ്യം ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഇത്രയുമുള്ളൊരു ചെറിയൊരു എലി, ഒരു 100-ൻ്റെ ഒരു നോട്ട് അത് എൻ്റെ വായിൽ ഇങ്ങനെ
എന്നൊക്കെ ഇയാൾക്ക് ഞങ്ങളെ വിളിക്കുക, എണ്ണീക്ക് ഇന്ന് നോട്ട് നിങ്ങൾ ഉത്തരം എഴുതാ, നമ്മൾ കിടക്കുക, ഈ നോട്ട് ഇങ്ങനെ എഴുതിയായിരുന്നു. ആ എഴുതി ഇങ്ങനെ താഴോട്ട് ഇട്ടേച്ച് അതങ്ങ് പോയി. അപ്പൊ ഞാൻ ഓർത്തു എന്ത് പ്രാർത്ഥിച്ചു, കർത്താവേ തന്നതിനാൽ സ്തോത്രം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മളൊരു 500 രൂപ ചോദിച്ചെന്ന് കിട്ടിയതിന്, പക്ഷെ നമ്മൾ 100 ചോദിച്ചുള്ളൂ. അങ്ങനെ 3 മാസക്കാലം ദൈവകൃപയാൽ ആ പ്രദേശത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പ്രവർത്തിപ്പാൻ കർത്താവ് ഇവിടെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ LOC വന്നു. LOC വന്നപ്പം PG വർഗീസ് സാറ് പറഞ്ഞു, ഭാഷ ഒരു കാര്യം ചെയ്യും, ഇനി നിങ്ങൾ സാറംപൂരിലോട്ട് വരാൻ പറഞ്ഞു ഡെലോസിന്ന്. അങ്ങനെ സാറംപൂരിൽ ആയിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്ന് അവിടെ വെച്ചാണ് എൻ്റെ മോൾ എൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയാകുന്നത്, സാറംപൂരിൽ വെച്ച്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഗ്രാമങ്ങളൊക്കെ ആണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഗ്രാമത്തിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയാൽ അവിടെ വേലയ്ക്ക് വിശാലമായി. അങ്ങനെ ചില ഹിന്ദിക്കാർ വന്നു. അങ്ങനെ ഞങ്ങളൊരു ഹിന്ദിക്കാർ വീട്ടിൽ ഞങ്ങൾ ആരാധന ആരംഭിച്ചു. അങ്ങനെ ഹിന്ദിക്കാർ വീട്ടിൽ ആരാധന ആരംഭിച്ചുകൊണ്ട് ചുറ്റുപാട് എല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു മെത്തഡിസ്റ്റ് ഫാമിലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മൂത്ത മോനെ 10ാം ക്ലാസ് പഠിച്ചെല്ലാം കഴിഞ്ഞ ശേഷമായി ആ പൈതലിന് പറഞ്ഞു, എനിക്ക് ലാബ് ടെക്നീഷ്യൻ എക്സ്ട്രാ പഠിക്കണമെന്ന് പറഞ്ഞു. അത് ലക്നൗവിലേ ഉള്ളൂ. ഒടുക്കം എന്ത് ചെയ്തു, താൻ പറഞ്ഞു ആ പിതാവ് മകനെ കൊണ്ട് ലക്നൗവിൽ ചെന്ന് അവിടെ വിട്ടു. അവൻ അവിടെ പഠിക്കാൻ തുടങ്ങി. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പം ഈ ചെറുക്കൻ അങ്ങ് ഭയങ്കര പിച്ചാത്തിയും കത്തിയൊക്കെ എടുത്ത് കൂടുതൽ പിള്ളേരെ കുത്താൻ തുടങ്ങും, രക്തം കാണണം. ഇത് കണ്ടപ്പോൾ കോളേജ് പ്രശ്നമായി. ഒടുക്കം അവനെ ചങ്ങല മേടിച്ച് കൈയും കാലും മുറിക്കകത്തിട്ടു. എന്നിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഈ പൈതൽ നിങ്ങൾ കൊണ്ടുപോകും, ഇന്നോ ഞങ്ങൾ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ഒടുക്കം അവർ പോയി കൊണ്ടുവന്ന് കയ്യും കാലും കെട്ടി ട്രെയിനെ കയറ്റിയിരിക്കുന്നത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അവര് മസ്ജിദിൽ കൊണ്ടുപോയി, ഗുരുദ്വാരയെ കൊണ്ടുപോയി മന്ത്രവാദം എല്ലാം ചെയ്തു. ഇതിന് കുറവില്ല. ഒടുക്കം ആരോ പറഞ്ഞു, ഇന്നത്തെ ഒരു പ്രേയറുണ്ട്, നിങ്ങൾ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അവന് ആ ചെറുക്കൻ്റെ കയ്യും കാലും ചേനിട്ടിരിക്കുക. അങ്ങനെ അവനെ പൊക്കി വീട്ടിൽ കൊണ്ട് നമ്മളിത് പ്രാർത്ഥനിക്കുന്നതിൻ്റെ നടുക്ക് കൊണ്ടങ്ങ് ഇരുത്തി. ഇത്ര ഇരുത്തിയപ്പോഴത്തേക്ക് വന്നവർക്ക് അങ്ങ് ഭയമായി. എന്താ ചെയ്യും? ഞാൻ ഭയപ്പെടേണ്ട, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സാധാരണ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ളവർക്ക് പോകാമെന്ന് പറഞ്ഞു, അല്ലാതെ ഇരിക്കാം. ഞങ്ങൾ അവിടെ ഇരുത്തി. ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവൻ അങ്ങ് ചാടാൻ തുടങ്ങി. പറയാം, നേപ്പാളിലെ ഭൂതമ 14 എണ്ണമാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചെയ്യും, എവിടുന്ന് വന്നാ? നേപ്പാളിലെയാ. അപ്പം അപ്പം ഇന്ന് മുതൽ ഇത് നേപ്പാളിലൊന്നുമല്ല, ഇത് യേശുവിൻ്റെ ശരീരമാണ്, യേശു വസിക്കുന്ന. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് താഴോട്ട് വീണ് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ബോധമായി. ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച്, കർത്താവേ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കണം, ഈ വെള്ളം ഞാൻ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. ഇവൻ വാതർക്കത്തില്ല. ഈ ഗ്ലാസ്സിലെ വെള്ളങ്ങൾ പറ, ഇത് യേശുവിൻ്റെ രക്തമാണ്, ഞാൻ കുടിക്കത്തില്ല. യേശു പിന്നെ ജബർദസ്തി അവനെ പിടിച്ച് സ്പൂണ് തുറന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് പറഞ്ഞു, ഞാൻ പൊക്കോളാം, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു. നമുക്ക് തെളിവ് വേണമല്ലോ എങ്ങനെ പോകുന്നത്. ഒടുക്കം പറഞ്ഞു, ആ കഥക് 2 സ്റ്റെപ്പുള്ള അടപ്പ മുറിയുള്ള ഒരുക്കം. ഞാൻ പറഞ്ഞു, ഞാൻ മേളിൽ കഥക് ഞാൻ കുറ്റിയിടും, ശാസ്ത്രം പോകുന്ന ആ കഥവ് തുറക്കണം, മേളത്തെ സ്റ്റെപ്പ്. അങ്ങനെ യേശുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കാറ്റ് പോലെ വന്ന് മേളത്തെ തട്ട് തുറന്ന് താൻ എന്ത് ചെയ്തു, ആ കാറ്റ് വന്ന് അടിച്ചങ്ങ് എന്ത് ചെയ്തു, അങ്ങ് പോയി. ആ കാറ്റ് പോയാൽ വീണ്ടും ആ കഥ അങ്ങ് അടഞ്ഞു. നോക്കിയപ്പോൾ അവൻ സുഖമായിട്ട് അവനവിടെ കിടക്കുക. അവനെ എണ്ണിപ്പിച്ചു, വെള്ളമെല്ലാം കുടിപ്പിച്ചു. അങ്ങനെ ആ കഥ കൊണ്ട് അനേകര് അവിടെ കർത്താവിൻ്റെ പേരിൽ വരുവാനും. അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തോട് വൻപാൻ ഞങ്ങളോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അവിടെ നിൽക്കുമ്പോൾ PG വർഗീസ് സാറ് പറഞ്ഞു, പാസ്റ്റർ ഇത്ര ദിവസം വർഷമായല്ലോ, നിങ്ങൾ ഹിസാറിപ്പാൻ പറഞ്ഞു. ഞാൻ ഒരു പാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും
ഭാര്യയും മൂത്ത മോനും മോളും ഉണ്ട്. അവനോ എടുത്തുകൊണ്ട് ഞങ്ങൾ ഹിസാറിൽ ചെന്നു. ഹിസാറിൽ ഞങ്ങൾ ബസ് ഇറങ്ങി സൈക്കിൾ രക്ഷയിൽ ഒരു ഭാഗത്ത്, വീടൊന്നും കണ്ടിട്ടല്ല പോകുന്നത്. അവിടെ ഇറങ്ങി ഒരു ഗലിയിൽ നിന്നപ്പം അവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂൾ കണ്ടു. ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ പാർട്ട്ണർമാരാണ്, ഞങ്ങൾ ഇന്നത്തുനിന്ന് വന്നതാ, ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയാൽ കൊള്ളാം. പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുക, ഇന്ന് താമസിക്കുക, നാളെ അതിനപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ഒരു ക്രിസ്ത്യാനിയുടെ വീടാണ്. പറഞ്ഞു അദ്ദേഹം നാളെ ഇവിടെ വരും. അതങ്ങനെ അവർ രാജസ്ഥാൻ്റെ ഭാഗത്താണ്. അദ്ദേഹം വരും പറഞ്ഞ് സംസാരിക്കുന്നു. അദ്ദേഹം പിറ്റേ ദിവസം വന്നു. ഞങ്ങൾ സംസാരിച്ച് ആ ഒരു കെട്ടിടം 2 മുറി എല്ലാം കൂടെ ഉള്ള ഒരു മുറി ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അവിടെ താമസമായി. അങ്ങനെ അവിടെ പ്രവർത്തിക്കുമ്പോൾ അപ്പം ഞങ്ങൾ സാറുമ്പോഴായിരിക്കും ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഒരുത്തൻ ഞങ്ങളോട് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സൈക്കിൾ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം നിങ്ങളുടെ അഡ്രസ്സ് തരാൻ പറഞ്ഞു. അഡ്രസ്സ് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഹെർക്കുലീസ് സൈക്കിൾ മുമ്പിലൊരു കൊച്ചു സീറ്റും വെച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഇത് നിങ്ങൾക്കാണ്, ഇതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാറമ്പൂരിലെ ആ സൈക്കിളെ ഞാൻ ചവിട്ടും, മോനെ മുമ്പിലിരുത്തും. അന്ന് കുഞ്ഞോൾ ഗർഭിണിയായതുകൊണ്ട് അവള് പുറകിലിരിക്കും. ഞങ്ങളിങ്ങനെ ഗ്രാമത്തിൽ പോയി അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസാറിലോട്ട് വരും. അപ്പോൾ ഈ സൈക്കിളും ഉണ്ട്. അവിടെ ഇസാറി വന്നപ്പോഴാണ് മൂന്നാമത്തെ മോനും അവളും അന്ന് ഗർഭിണിയാകും. അങ്ങനെ ഞങ്ങൾ ഈ സൈക്കിളിൽ ഗ്രാമങ്ങളെല്ലാം പോയിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും വരുവാൻ തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ വേലായിരിക്കുമ്പോൾ അന്ന് മോനെ പ്രസവിച്ചു. ഇപ്പം 3 കുഞ്ഞുങ്ങളായി. അപ്പം 80-ൽ മൂത്ത മോൻ ജനിച്ചു, 83-ൽ മോള് ജനിച്ചു, 86-ൽ കൊച്ചുമോൻ ജനിച്ചു. അപ്പം മുമ്പിലത്തെ സീറ്റിൽ അവർ രണ്ടുപേരെത്തും, കുഞ്ഞിനെ എടുത്തോണ്ട് പുറകിലിരിക്കും. ഞങ്ങൾ സൈക്കിൾ ചവിട്ടി. ഇങ്ങനെ ഞങ്ങൾ 24 കിലോ ദൂരത്ത് മിലിറ്ററി ഏരിയയിലും BS-കാരുടെ വകുപ്പിലൊക്കെ ഞങ്ങൾ പോയി അങ്ങനെ കർത്താവിന് പേര് ചെയ്ത് 30-40 പേരോളം ആരാധനയ്ക്ക് വരും. എല്ലാം ഹിന്ദിക്കാരാണ്. മലയാളി 2-3 പേരേ ഉള്ളൂ. അങ്ങനെ സ്വോത്രാഴ്ച എടുക്കും. സ്വോത്രാഴ്ച എടുക്കുമ്പം 30 രൂപ 20 രൂപ ഇതൊക്കെ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് കൊടുക്കുന്ന ഹിന്ദുമാർക്ക് തന്നവരാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സൺഡേയിൽ അവസാനത്തെ പ്രസംഗ സമയത്ത് 30 മുതൽ ദശാംശം എവിടെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്ത് ഞാൻ ഇവരെ കൊണ്ട് വായിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നിങ്ങൾ ശമ്പളം കിട്ടുന്നതിൻ്റെ ദശാംശം നിങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരണമെന്ന്. അന്ന് ഈ ശമ്പളം കവറിനകത്തിട്ട് കൊടുക്കുക. ഇന്നെല്ലാം ബാങ്കിൽ പോയില്ലയോ. അപ്പോൾ ശമ്പളം കിട്ടിയപ്പോൾ 2 പേര് ആ കവറോടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഭായ് സാബ് ആപ്ക ജിത്ന ചായത്തോ ലേലോ. ആ കവർ രണ്ടും എൻ്റെ അടുത്ത് തന്നു. ഞാൻ അവരെ മുമ്പ് വെച്ച് എണ്ണി, എന്നിട്ട് ദശാംശം ഇപ്പം മാറ്റി വെച്ചു. ഇത് നിങ്ങളുടേതാണ്, ഇത് ദൈവത്തിനുള്ളതാണ്, അടുത്ത സൺഡേ നിങ്ങൾ ഇതിവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ സൺഡേ കിട്ടിയത് 3500 രൂപ. നോക്കണം, 30 രൂപ കിട്ടിയ സ്ഥാനത്ത് 3500 രൂപ. അങ്ങനെ 6 വർഷക്കാലം ഞങ്ങൾ അവിടെ കർത്താവിൻ്റെ വേല ചെയ്ത് അനേക ആത്മാക്കളെ കർത്താവ് ഇടിയാക്കി. അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ IPC നോർത്തേൺ റീജിയനോട് ചേരുന്നത്. അങ്ങ് ചേർന്ന് കഴിഞ്ഞപ്പോൾ KT തോമസ് അപ്പച്ചനെ പറഞ്ഞു, ജോർജ് മാഷേ, നിങ്ങൾ 6 വർഷമായല്ലോ അവിടെ ആയിട്ട്, നിങ്ങൾ വേറെ സ്ഥലത്ത് മാറാം. ഞാൻ മാറാമെന്ന് പറഞ്ഞു. ഒരു മലയാളി അവിടെ ആക്കി. ഞങ്ങൾ അലഹബാദിൽ UP അലഹബാദിൽ വിട്ടു. ഞങ്ങൾ അലഹബാദിൽ ചെന്നപ്പം 2 ആഴ്ച വരെ ഞങ്ങൾ നിന്നുള്ളൂ. പിന്നെ നിന്നപ്പോൾ വലിയ പ്രതികൂലം വെച്ചാൽ ഒരു പാർശ്വ ജീവിതമാണ്. തന്നെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കവിടെ നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയായി. 1 വർഷക്കാലം ഞങ്ങൾ അവിടെ കടിച്ചു പിടിച്ചൊക്കെ നിന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, അപ്പച്ചാ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലമായിട്ടും തരണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ സ്വന്തമായിട്ട് ചോദിച്ച് മാറുന്നു. അതിനു മുമ്പ് ഞാൻ ചോദിച്ചിട്ടില്ല. അവരയക്കുന്നിടത്ത് പോവുക. ഞാൻ പറഞ്ഞു, ഇന്ന് കാര്യം ഇന്ന പോലെ പറഞ്ഞു. ഒടുങ്ങുമ്പോൾ ശരിയാട്ടോ. അങ്ങനെ
ഞങ്ങള് രാജസ്ഥാൻ കോട്ട അവിടെ പോയി. അപ്പൊ ഈ ഫിഫാല ഈ സൈക്കിളെ ചവിട്ടി പോവുക, 3 കുഞ്ഞുങ്ങളെ വെച്ചോണ്ട്. അതിലൊരു സഹോദരൻ ചാക്കോച്ചൻ പറയുന്ന ഒരാള് അവിടെ അഗ്രിക യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ഞങ്ങളെ കാണും, എന്നോട് ചോദിക്കുക, പാഷ എന്തിങ്ങനെ സൈക്കിളിന് കയറാൻ കൂടെ ചേർക്കുന്ന എന്തിനാ, ഒരു സ്കൂട്ടർ മേടിക്കല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് പറഞ്ഞു, 2 പ്രാവശ്യം. 4ാമത്തെ പ്രാവശ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ആകാശായ, ഞങ്ങൾ സൈക്കിളിൽ ചവിട്ടുന്നതിന് പ്രയാസമാണെങ്കിൽ ഒരു സ്കൂട്ടി മേടിച്ചതാ പ്രയാസം. അതെന്നെ കൊണ്ടൊക്കത്തില്ല. ഞങ്ങൾ മേലെ ചെയ്യാൻ പറ്റുന്ന പറയില്ലെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു വിട്ടില്ല. അപ്പൊ അത് എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതുപോലെ കർത്താവ് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു മോടെ ഒരു കല്യാണം ആയി, ഹിന്ദിക്കാരുടെ ആയപ്പോൾ ആ വീട്ടുകാരനെ മേത്തെന്നാണ്, തനിക്കൊരു LML എന്ന് പറയുന്നതായ നമ്മളൊക്കെ മുമ്പുള്ള ഒരു സ്കൂട്ടറാണ്, അത് അവിടെ ഉണ്ട്. അപ്പം അതിനൊരു പുതിയ ചേത്തൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്നോട് ചോദിച്ചു, പാർട്ട്ണർ സ്കൂട്ടർ വേണോ? ഞാൻ പിന്നെ വേണമെന്ന് പറഞ്ഞു. ഒടുക്ക എന്നെ പറഞ്ഞു, ആ സ്കൂട്ടർ എടുത്തു. അപ്പം എനിക്ക് സ്കൂട്ടർ അടിക്കാൻ അറിയത്തില്ല. ഞാൻ ആ സഹോദരൻ കൂടെ കോർട്ടിൽ പോയി അതിൻ്റെ രജിസ്റ്റർ അതിൻ്റെ എൻ്റെ പേരിലാക്കി എല്ലാ കാര്യം ചെയ്തു. ഞാൻ ആ സ്കൂട്ടർ തള്ളിക്കൊണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ 4-5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഈ സ്കൂട്ടർ പിടിച്ചു തള്ളി വീട്ടിൽ കൊണ്ട് ഒരു കോണി വെച്ചു. അവിടെ ഇരിക്കുക. എന്താ പ്രയോജനം? ഒടുക്കം അതിന് നമ്മുടെ നേരെ അപ്പുറത്തെ വീട്ടിൽ ഒരു അച്ഛനാണ് താമസിക്കുന്നത്. അവിടെ കത്തോലിക്ക അത് അച്ഛനാണ്. അച്ഛൻ നോക്കിയപ്പോൾ എന്താ പറഞ്ഞപ്പ ഈ സ്കൂട്ടർ കണ്ടു. എന്നോട് ചോദിച്ചു, പാർഷേ ഈ സ്കൂട്ടർ എന്നോട് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന കാര്യമെല്ലാം പറഞ്ഞു. അവിടെ പറഞ്ഞു എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. അങ്ങനെ ആ അച്ഛനെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനാണ് എന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ ആ സ്കൂട്ടറും കൊണ്ടൊക്കെ ഞങ്ങൾ അലഹബാദിലും പിന്നെ അവിടെ പോയി കോട്ടയിലെല്ലാം പോയി കർത്താവിൻ്റെ സ്കൂട്ടറിൽ പോയി കർത്താവ് ഇടിയാക്കി. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെയും അവിടെ ഒരു ബ്രദർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവരവിടെ പഠിച്ച് 4 വർഷക്കാലം അവിടെ ആയിരുന്നപ്പോൾ കേറ്റൻസ് അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് ഡൽഹിക്ക് വരാൻ പറഞ്ഞു. ഡൽഹിയിലെ ദിഷാദ് ഗാർഡനിൽ വന്നു. അവിടെ വന്നപ്പം കേരള സ്കൂളിൽ അഡ്മിഷൻ വേണമായിരുന്നു. അപ്പം ഞങ്ങളുടെ മൂത്ത പിള്ളേർക്ക് മലയാളം എഴുതാൻ വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ കേരള സ്കൂളിൽ അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു നമ്മൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ചെന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരും, അപ്പം കൊച്ചുമോൻ അവന് നേഴ്സറിയിലോ 1-2 അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ 2 പേരും കൊണ്ട് അവർ 10ാം ക്ലാസ്സിൽ 10ാം ക്ലാസ് നടത്തിനെടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് മലയാളം അറിയത്തില്ല, അവർക്ക് അവിടെ അവർ സംസ്കൃതം കൊടുത്തു. അങ്ങനെ അവർ സംസ്കൃതം പഠിച്ച് അങ്ങനെ അവർ 10 മുതൽ 12 വരെ അവിടെ പഠിച്ച് കൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന ഒരു മലയാളി ടീച്ചറാണ്, ഹിന്ദി. അപ്പോൾ ഈ ഹിന്ദി പറയുന്ന മുഴുവൻ തെറ്റാ ടീച്ചർ പറയുന്നത്. മറ്റു പിള്ളേരാരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ എൻ്റെ മൂത്ത മോനെ അവൻ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി പഠിച്ചതുകൊണ്ട് അവനറിയാം. അവൻ എണ്ണീറ്റ് പറയും, മാഡം അതങ്ങനല്ല, അതിങ്ങനെ പറയണം. ഇത് കേട്ടപ്പം മാഡത്തിന് വലിയ വിഷമമായി. ഒടുക്ക ഇവനെ പിറ്റേ ദിവസം മുതൽ അവർ ഓഫീസിൽ കൊണ്ടു ഉച്ചയ്ക്ക് അവിടെ പോയിരുന്ന് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അവർ ഹിന്ദി പഠിച്ച് പിള്ളേർ പഠിക്കണം. 12 പാസ്സായി കഴിഞ്ഞു. പാസ്സായി കഴിഞ്ഞപ്പം എന്താ ചെയ്യേണ്ടത് മുമ്പോട്ട്. അപ്പം കുഞ്ഞോടാങ്ങള ബോംബെയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബ്ലസ്സിനെ എൻ്റെ അടുക്ക വിടാൻ പറ്റും. അങ്ങനെ അവൻ ബോംബെയിൽ 2 വർഷം പോയി അവിടെ താമസിച്ചു. അവിടെ ITI പഠിച്ചു പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ മൂത്ത കുഞ്ഞിനെ കർത്താവ് വളരെ തീർന്നു. അങ്ങനെ ഞങ്ങൾ ഡെല്ലോസിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ മയൂർ റിവർ ഫേസ് 3 ഞങ്ങൾ പോയി അവിടെ കർത്താവ് വേല ചെയ്തു. അവിടുന്ന് പിന്നെ ഞങ്ങൾ കിൻസൈ ക്യാമ്പിൽ ഞങ്ങൾ അവിടെ വന്നു. അവിടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ വേല അവിടെയും അനുഗ്രഹമായി ഹിന്ദിക്കാരും വളരെ സന്തോഷമായി നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു അവിടെ വേറൊരു ഭാഷ അവിടെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് നിങ്ങൾ മഹാവീർ എൻക്ലേവ് ഇപ്പാൻ പറഞ്ഞു. മഹാവീർ എൻക്ലേവിൽ അവിടെ വന്നു. ഞങ്ങളൊരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസമായി അവിടെ പ്രവർത്തിച്ചു.
അങ്ങനെ ദൈവം ചില ആത്മാക്കളെ തന്നു. അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ മറ്റേ ആൾക്കാർ പലരും കൂടി ഒരു പാസ്റ്റർ ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ തുടങ്ങി. ഒടുക്കം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ പിന്നെ ഹരിനഗറിൽ വന്നു. ഹരിനഗറിൽ ഞങ്ങൾ 4 വർഷക്കാലം അവിടെ മുഴുവൻ ഇന്ത്യക്കാരാണ്, മലയാള ചുരുക്കം പേരേ ഉള്ളൂ. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പം ഈ ഞങ്ങളുടെ ഇവിടുത്തെ നാരായണ എന്ന സ്ഥലം, ഒരു തട്ട സ്ഥലമുണ്ട്. അപ്പം അവിടെ കൂടുന്നതായ ഒരു 10-12 ഫാമിലി ഉത്തർ നഗറിലെ നവാദ എന്ന സ്ഥലത്ത് അവർ വീട് മേടിച്ചു. എന്നെന്താ, അപ്പോൾ അതിന് എല്ലാം ലോണിനെടുത്തിരിക്കുക. അപ്പോൾ അവരിവിടെ താമസമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു വീട്, ഞങ്ങൾ 3 റൂമുള്ള ഒരു വീട് ഞങ്ങളും മേടിച്ചു. അപ്പം ഞങ്ങളിവിടെ, അപ്പം എനിക്ക് 60 വയസ്സ് കഴിഞ്ഞപ്പം റീജിയൻ എന്ന് പറഞ്ഞ് പാസ്റ്ററിന് സഭാ ചാർജ് എടുക്കണ്ട, സഭയുടെ ഈ നോർത്തേൺ ഇൻചാർജ് ആയിട്ട് സച്ച് വിസിറ്റിങ് ചെയ്യാം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ വീടെടുത്തവർക്ക് നാരായണപ്പം വലിയ പ്രയാസം. കാരണം എന്താ, അവർക്ക് വണ്ടിക്കൂലി വേണം, പിന്നെ ഈ വീടിനെല്ലാം ലോണിനെടുത്തിരിക്കുക, പിള്ളേർ പഠിക്കുന്നവരുണ്ട്, എല്ലാം കൂടെ പ്രശ്നമായപ്പം ഇവർ പറഞ്ഞു നമുക്കൊരു ഇവിടെ ആരാധന തുടങ്ങാമെന്ന് പറഞ്ഞു. പാസ്റ്ററെ വേണമല്ലോ. അപ്പോൾ ഒരു പാസ്റ്ററെ വരുത്തിയാൽ പാസ്റ്ററേജ് വാടകയ്ക്ക് എടുക്കണം, അവർക്ക് ശമ്പളം കൊടുക്കണം, പിള്ളേർക്ക് സ്കൂൾ അഡ്മിഷൻ കൊടുക്കണം, കറണ്ട് ചാർജ്, ഇതെല്ലാം കൂടെ വലിയ തുകയായി. അവർക്ക് സഹോദരന്മാർ ഞങ്ങളുടെ വീട്ടിൽ എവിടെ വന്നു എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഒരു 2 വർഷത്തേക്ക് ഇവിടെ നിൽക്കാൻ. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. നടന്നു പോയാൽ മതി. അങ്ങനെ 2 വർഷക്കാലം ഞങ്ങൾ ദൈവകൃപയാൽ ഈ സഭയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പം, എൻ്റെ തന്ന സമയം കഴിഞ്ഞപ്പോൾ ഫരീദാബാദിൽ നിന്ന് ഒരു പാർട്ടും, സജയ് പാർട്ടും എന്ന് പറയുന്ന പാർട്ടും കുടുംബം ഇവിടെ വന്നപ്പോൾ ഒരു പാർട്ടിനൊക്കെ വീടെടുത്ത് ഏകദേശം 4 വർഷക്കാലം പാർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം എനിക്ക് സഭശുശ്രൂഷ ഇല്ലാതെ ഇങ്ങനെ ദൃശ്യം ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ മീററ്റിലിരുന്ന പാർട്ട് നാട്ടിൽ പോയി. അപ്പം എന്നോട് റീജിയങ്ങൾ വിളിച്ചു പറഞ്ഞു, പാർട്ട് മീററ്റിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാന്ന് പറഞ്ഞു. മീററ്റിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച വരും, ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് മടങ്ങി. കാരണം അന്ന് അവിടെ പാർട്ട്നേജ് ചർച്ചയുള്ളൂ, പാർട്ട്നേജ് ഇല്ല, മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രം, പിന്നെ ഇവർ വല്ലപ്പോഴൊക്കെ വരും. വെള്ളിയാഴ്ച മീററ്റിൽ പോവും, വിസിറ്റിങ് ചെയ്യും, മീറ്റിംഗ് കഴിയും, ഞാൻ ആരാധന കഴിയും, തിരിച്ചു പോയി. അങ്ങനെ 4 വർഷം ദൈവകൃപയാൽ ഞങ്ങൾ അവിടെ പ്രവർത്തനം കർത്താവ് എനിക്ക് ഇടയാക്കി. അങ്ങനെ അവിടെ ഇരിക്കും മേളിൽ പാർട്ട്നേജ് ഇല്ല. അപ്പോൾ ഒരു പാർട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞു. ആ പാർട്ട്നേജ് വേണം. ഒടുക്കം ഞാൻ ഒരു ദിവസം ഛത്തിൻ്റെ മുകളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഒരു കല്ലെടുത്ത് ഞാൻ ഒരു കോണിൽ വെച്ചു. കർത്താവ് ഈ കല്ലിന്മേൽ വേണം പാർട്ട്നേജ് പണിയാൻ. പ്രാർത്ഥിച്ച് വെച്ചതിന് താഴെ വന്ന് സഹായം കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പം സെക്രട്ടറി പറഞ്ഞു, നമുക്ക് മേളിൽ പാർട്ട്നേജ് പണിയണം. അവർ പറഞ്ഞപ്പോൾ ചേട്ടമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കല്ലും മണ്ണും സിമെൻറ്റും എല്ലാം കൊണ്ടുവന്ന് ഇറക്കി. അയ്യോ, ഞാനും പറഞ്ഞു പോയല്ലോ, അത് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കഴിയുന്നതായ ഒരു ചെറിയ അങ്ങനെ വഴി എൻ്റെ 2 പിള്ളേരും അവർ കഴിയുന്നതായ ഒരു സപ്പോർട്ട് എൻ്റെ പേരിലല്ല, അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. പിന്നെ എനിക്കറിയാവുന്നതായ എൻ്റെ കൂടെ പഠിച്ചവരെ അമേരിക്കയിലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു. ഞാൻ അവർക്കെല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞു. അവരെല്ലാവരും കൂടെ അയച്ചു ഏകദേശം 1.5 ലക്ഷം രൂപ കൃപയാൽ അവിടുന്ന് ലഭിപ്പാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ പാർട്ട്നേജ് പണിയെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പുതിയ പാർട്ട്ണർ കുടുംബം വന്നു. അന്ന് പാർട്ട്ണർ ഉദ്ഘാടനമെല്ലാം ഞാൻ തന്നെ ചെയ്തു, പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പിന്നെ ഞാനിങ്ങനെ ചർച്ച ചെയ്യുന്ന അവിടെ നിന്ന് പോരുന്നു. അങ്ങനെ ദൈവങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അങ്ങനെ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ ഗോൾമാർക്കിൽ പാർട്ട്ണർമാരില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, പാർട്ട്ണർ ഗോൾമാർക്ക് പോകണമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ പോകും, ഒത്തിരി ദൂരമാണ്. കാരണം വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ 10 മൈൽ അപ്പുറത്താണ് വരുന്നത്. അപ്പം എന്നോട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചർച്ചിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നത്.
അപ്പം ഞാൻ രാവിലെ ചെന്ന് ചർച്ച തുറക്കണം, എല്ലാം വിരിക്കണം, പിന്നെ അപ്പോഴത്തെ ആൾക്കാർ വരത്തുള്ളൂ. അങ്ങനെ ദൈവകൃപയാൽ അവിടെയുള്ള പ്രവർത്തനം കർത്താവ് അനുഗ്രഹിച്ച് കൊണ്ട് ഇരിക്കുമ്പോൾ 2023 നവംബർ 12 ഞാൻ ചർച്ചിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കും, പാട്ടുപാടി സംഘടന വായിച്ച് പാട്ടുപാടി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് തലവർക്കം കിട്ടാനൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ നിൽക്കുക. അപ്പം മുമ്പിൽ ഞങ്ങളുടെ പൊളിപ്പിച്ച് കണ്ണാടിയുടെയാണ്. ഇങ്ങനെ നിന്നിപ്പം ഞാൻ അങ്ങ് മുമ്പോട്ട് വീണു. മുമ്പോട്ട് വീണപ്പം ആ പുൽപ്പറ്റിൻ്റെ ഒരു ഭാഗം കൂടെ എൻ്റെ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു. ഞാൻ താഴെ വീണു. ഇതാരും അറിയുന്നില്ല. പുൽപ്പിറ്റ് താഴെ വീണ ശബ്ദം കേട്ടപ്പോഴാണ് ജനങ്ങൾ നോക്കിയപ്പോൾ എന്തോ ഞാൻ താഴെ കിടക്കുക. അപ്പോൾ അവിടെ അടുത്ത ലേഡി ഗാർഡ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ സീനിയർ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, വേറെ ഹോസ്പിറ്റൽസും അവർ കുടുംബമായിട്ടും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വന്ന് എന്നെ ആകുന്നതെല്ലാം നോക്കി, നെഞ്ചത്തമർത്തി നോക്കി. ശ്വാസമില്ല, കണ്ണടഞ്ഞു പോയി, ശരീരം തണുത്തു, ഇവിടുന്ന് ഒരു തുള്ളി രക്തം പോലും പുറപ്പെട്ടില്ല. അവർ നോക്കിയപ്പോൾ ആ സഹോദരന്മാർ ഞങ്ങളുടെ പാർട്സ് മരിച്ചുപോയി, ദൈവത്തിലേക്ക് പോയി എന്ന് പറഞ്ഞങ്ങ് ആ ചർച്ച മുഴുവൻ കരച്ചിലും വലിയ ബഹളവുമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ രണ്ട് സഹോദരന്മാര് എൻ്റെ കാല് അവരുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തിരുമ്പേൽ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് ചൂടായി. അപ്പം അതിനു മുമ്പ് അവരെന്ത് ചെയ്തു? ആ സിസ്റ്റർ തൻ്റെ ഹോസ്പിറ്റലിൽ വിളിച്ചു 3 ആംബുലൻസുകാരെ വിളിച്ചു. എന്തിനാ? മോർച്ചറി കൊണ്ടുവെക്കാൻ. അവർ 3 ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല, 2 മണിക്കൂർ കഴിഞ്ഞാൽ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ സഹോദരന്മാർ ചെയ്തു കഴിഞ്ഞു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഞെട്ടി. ആ ഞെട്ടലോടെ ഇവിടെ കൂടെ രക്തം ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഞങ്ങളുടെ ഭാഷയിൽ ജീവിച്ചു, ചിന്തയാവുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ ദൈവത്തെ സ്തുതിച്ചു. പിന്നെ പെട്ടെന്ന് വേറെ സഹോദരൻ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവൻ പെട്ടെന്ന് സ്കൂട്ടറി എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് വീട്ടിലെടുത്ത് ആശുപത്രി ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നു. അപ്പം നമ്മുടെ സഹോദരൻ വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ എന്നെ കടത്തി ഹോസ്പിറ്റൽ. പക്ഷേ എനിക്കൊന്നും അറിയുന്നില്ല, ഇങ്ങനെ ഏതാണ്ട് കുലുങ്ങുന്നു തോന്നുള്ളൂ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വീൽ ചെയറിൽ ഇരുത്തി. ആ മെയിൻ ഡോക്ടറാണ് ആദ്യം എന്നെ നോക്കുന്നത്. ചെന്നപ്പോൾ എന്താണ്, സാധാരണ സ്റ്റിച്ചൊക്കെ ഇടുമ്പോൾ അതും മരവിപ്പിക്കും, ഇതൊന്നും ചെയ്തില്ല. ചെന്നപ്പോൾ താൻ എന്ത് ചെയ്തു, സ്റ്റിച്ച് ചെയ്ത് ചെട്ടിട്ട് പട്ടി വെച്ച് കെട്ടി. എന്നിട്ട് പിന്നെ എന്തെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എന്തുവാ, ഒരസുഖവുമില്ല. ലാബിൽ കൊണ്ടുപോയി അൾട്രാസൗണ്ട് എടുത്ത് നോക്കി, ഷുഗർ നോക്കി, BP നോക്കി, എല്ലാം ചെയ്തിട്ട് 2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് ഈ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തോ സംഭവിച്ചത്? ഒരസുഖം പോലും ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. ഡോക്ടറിന് അത്ഭുതമായി. ഒടുക്കം ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂർ ഏതായാലും ഇവിടെ കിടത്ത്. അങ്ങനെ ഞാൻ കിടന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആ സിസ്റ്റർ ചോദിച്ചു, ഡോക്ടർ സാബേ മരുന്നൊന്നുമില്ലയോ? ഉടനെ ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും മരുന്ന്? കാരണം അസുഖമില്ലാതെ മരുന്ന് എന്തിനാ? ഒരു ഗുളിക പോലും തന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു 2 ആഴ്ച വീട്ടിൽ വിശ്രമിക്കണം, പിന്നെ എങ്ങോട്ടെങ്കിലും പോകും രാവിലെ ഒരു ചായയോ അല്ല 2 ബിസ്ക്കറ്റോ അതോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, എന്നിട്ട് പോകാൻ. ശരി. അങ്ങനെ 2 ആഴ്ച ഞാൻ അവിടെ വീട്ടിൽ വിശ്രമശേഷമായിട്ട് ഞാൻ നേരിട്ട് പിന്നെ ഞാൻ ഈ സിസ്റ്ററിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ദൈവമായി അപ്പൊ കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് വരെയും കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. ഈ 77 വയസ്സാണ്. അടുത്ത ജൂൺ മാസമാകുമ്പോൾ 78 പ്രവേശിക്കുകയാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 46 വർഷമാണ്. കാരണം 10/2/77 ഞങ്ങളുടെ കല്യാണം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ അലോന TV കൂടെ ആ ദിവസം കൂടെ ആയിരിക്കാനും കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് ഇടിയാക്കി. ഇങ്ങനെ സമയം തന്നായ കർത്താവിന്റെ ദാസനോടും എൻ്റെ കൂടെ എല്ലാവരോടും എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും
നന്ദിയെ അറിയിപ്പിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇപ്പോൾ സഭാ ശുശ്രൂഷ ഇല്ല, ഞാനിങ്ങനെ വിസിറ്റിംഗ് ചെയ്യുകയാണ്. അങ്ങനെ കർത്താവ് നടത്തും. ബാക്കി മുമ്പോട്ട് കർത്താവിൻ്റെ ഹിതം പോലായിരിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആകട്ടെ, പ്രിയ ജോർജ് അങ്കിളിനെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുവാനും ഒക്കെ ഉണ്ടായതായ നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിലേക്കുള്ളതായ ഒരു മിഷണറി ദൗത്യവുമായിട്ട് വിളിച്ചിറക്കപ്പെടുന്നതായ പ്രത്യേക രംഗങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ്. അതുപോലെ വിവിധ മേഖലകളിൽ കടന്നു പോകുവാൻ, സാധാരണ എല്ലാവർക്കും കടന്നു ചെല്ലാൻ കഴിയാത്തതായ മേഖലകളിലേക്ക് ദൈവം അയച്ച് ശക്തമായിട്ട് സുവിശേഷ ഘോഷണത്തിന് ദൈവം ഉപയോഗിച്ചു എന്നുള്ള വസ്തുത ഒക്കെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പ്രത്യേകിച്ച് ദലൈലാമയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെയറിൽ, സ്വർണ്ണക്കസേരയിലൊക്കെ ഇരിക്കുക, അദ്ദേഹത്തോട് സുവിശേഷം പറയുക എന്നൊക്കെ പറയുന്ന അസാധാരണമായ അനുഭവങ്ങൾ ഒക്കെ ലഭിക്കുവാനിടയായി തീർന്ന ആ രംഗങ്ങളൊക്കെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ സാധു സുന്ദർ സിംഗിൻ്റെ ഭവനത്തിൽ പോകുവാനും അദ്ദേഹത്തിൻ്റെ പിതാവിനോടും ആ കുടുംബാംഗങ്ങളോടും ഒക്കെ സമയം ചെലവഴിപ്പാനും ഒക്കെ ഇടയായി തീർന്ന നല്ല ഓർമ്മകൾ, സുവിശേഷ ദൗത്യവുമായിട്ട് ശക്തമായി നേതൃത്വം കൊടുക്കുവാൻ സുദീർഘമായ ഏതാണ്ട് 46 വർഷത്തിലധികം കാലയളവ് വടക്കേ ഇന്ത്യയിലെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളി, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരുമായി സന്തോഷമായി ആമേനായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ വിവാഹ വാർഷിക ദിനത്തിൽ ഇപ്രകാരം ഒരു കൂട്ടായ്മ കൂടി തരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ ദാസനെ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തന്ന് പിന്നെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ അവരുടെ നന്മകൾ ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവാസന്നതയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേനെ. അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രിയ പാസ്റ്റർ ജോർജ് ജോൺ അങ്കിള് ഒരു വാക്കിൽ ഈ സമയം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുമല്ലോ. പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അൻപായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവ്. ഇങ്ങനെ ഒരു ഓൺലൈൻ കൂടി മീറ്റ് നടത്താൻ ആഗ്രഹിച്ചൊന്നല്ലായിരുന്നെങ്കിലും കർത്താവിൻ്റെ ഹിതമായപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി തരുവാനും അരോമ ടി വിയിലുള്ളതായ ഞങ്ങളുടെ സഹോദരന്മാരോട് ചേർന്നുകൊണ്ടും കർത്താവിൻ്റെ ദാസനോട് ചേർന്നുകൊണ്ട് ഇങ്ങനെ ആരാധിപ്പാനും കർത്താവ് ഇടിയാക്കിയ നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഇതിൻ്റെ ഉത്തരവാദിത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നതായ എല്ലാ സഹോദരന്മാരെയും കർത്താവ് നീ അനുഗ്രഹിക്കണം. ദാസനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത് മുഖാന്തരം അനേകര് ജീവനുള്ള യേശുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസത്താൽ ക്രിസ്തുവിനെ കടന്നു വരാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇങ്ങനെ തന്നായ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അടിങ്ങളെയും കുടുംബമായിട്ട് ഏൽപ്പിക്കുന്ന നിന്റെ ഹിതം പോലെ മുമ്പോട്ടായിരിക്കാൻ എല്ലാ വഴിയും മുഖാന്തരങ്ങളെയും ഒരുക്കി തരുമാറാകണമേ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു പ്രിയ ജോർജ് അങ്കിൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ അങ്കിളിനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതുപോലെ തന്നെ aroma.tv.com.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ
ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com